കർത്താവിൻ്റെ മാധുര്യമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠ ദേവദാസൻ, മറ്റായിരിക്കുന്ന എല്ലാ ബഹുമാന ദേവദാസന്മാർ, ദൈവമക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സന്ധ്യാവന്ദനം. ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗസ്ഥ പിതാവ് കൃപ നൽകിയല്ലോ. നിത്യനായുധത്തെ നൽകുന്ന എല്ലാ ആത്മീയ സന്തോഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സത്യവചനം അതിൻ്റെ നിർമാല്യതയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സൂക്ഷിച്ചും നിത്യനായ ദൈവം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നതുമായ സ്വർഗരാജ്യത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ സമൂലമായി സമർപ്പിച്ചും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു ഉയർപ്പ് പ്രാപിക്കണമെന്ന് വെച്ച് ഈ ലോകത്തിൻ്റെ താൽക്കാലിക വ്യവസ്ഥകളെ ചവറെന്ന് എണ്ണുവാൻ കഴിയുന്ന ഒരു ആത്മീക ജീവിത മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും കൊണ്ടുവരുമാറാകട്ടെ. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആര് ശുശ്രൂഷിച്ചു എന്നതിലുപരിയായി ഏതൊരു നാമത്തിൽ ഇത് പുറപ്പെടുന്നു എന്ന് ഓർത്ത് ആ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ സ്വർഗസ്ഥ പിതാവ് എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഉള്ളറോട് ദൈവത്തിൻ്റെ ആത്മാവിനെ സംസാരിക്കാനായിട്ടുണ്ട്. ആ ആലോചനയ്ക്കനുസരിച്ച് നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ സമർപ്പിച്ച് വചനത്തിന് സമൂലമായ ക്രിയ നമ്മുടെ ഉള്ളിൽ നടത്തേണ്ടതിന് ഹൃദയപൂർവ്വം നമ്മളെ സമർപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. റോമാലേഖനം 27-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉള്ളം കൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് രസിക്കുന്ന ഒരു പ്രമാണമുണ്ട്, അപ്പോൾ തന്നെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം നമ്മുടെ അവയവങ്ങളിലുമുണ്ട്. രണ്ട് വിധമായ പ്രമാണങ്ങളാണ് നമ്മളെ നയിക്കുവാൻ ശ്രമിക്കുന്നത്. ഒന്ന് ജഡമനുഷ്യൻ സംബന്ധിച്ചും മറ്റൊന്ന് ആത്മമനുഷ്യൻ സംബന്ധിച്ചും. ഒന്ന് ദൃശ്യമായത്, മറ്റൊന്ന് അദൃശ്യമായത്. ഒന്ന് താൽക്കാലികം, മറ്റൊന്ന് നിത്യം. ഒന്ന് ഭൗമികം, മറ്റൊന്ന് സ്വർഗീയം. സ്തോത്രം. രണ്ട് വ്യത്യസ്ത മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ നമുക്ക് മാതൃക കാട്ടി നൽകിയ ആ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു 2:6. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ 2:21 കാണാം, അവന്റെ കാൽപാദങ്ങളെ പിന്തുടരേണ്ടതിന് നമുക്കൊരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. ആ വഴിയിലൂടെ അല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ തേജസ്സിലേക്കുള്ള വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ തേജസ്കരണം പ്രാപിപ്പാൻ. ഞങ്ങൾ പാർക്കുന്ന ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ, കുറ്റിച്ചിൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഞാൻ ഇപ്പോൾ 28 വർഷമായി ഇവിടെ വന്ന് സ്ഥലം കണ്ടെത്തി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു പ്രവർത്തനം ആരംഭിച്ചു. കർത്താവിൻ്റെ കരുണയാൽ ഇവിടെ ഒരു ലോക്കൽ ഒരു സ്വതന്ത്ര സഭ ഇങ്ങനെ നടത്തി വരുന്നു. സ്തോത്രം. 64 കുടുംബങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പി. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. സ്തോത്രം. നമുക്ക് കട്ടിയായിട്ടുള്ള ആഹാരം ഇന്ന് രാത്രി നമുക്ക് ഭക്ഷിക്കാം. സ്തോത്രം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ കർത്താവിൻ്റെ വചനത്തുമ്പാകെ ആയിരിക്കാൻ. പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്ത വചനങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക മാത്രമാണ് എൻ്റെ കടപ്പാട്. സ്തോത്രം. ആ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തനം നടത്തുവാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. രണ്ട് വിധമായ പ്രമാണങ്ങൾ, സമ്മിശ്രമായ പ്രമാണങ്ങൾ. ഒന്ന് ഉള്ളം കൊണ്ട് രസിക്കുന്ന ഒരു സ്വർഗീയ പ്രമാണം, മറ്റൊന്ന് അവയവങ്ങളിൽ വെളിപ്പെടുന്ന മറ്റൊരു പ്രമാണം. ഒന്ന് സ്വർഗീയം, മറ്റൊന്ന് ലൗകികം. സ്തോത്രം. ഈ രണ്ട് പ്രമാണങ്ങളെ തിരിച്ചറിയുന്നത് സത്യത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ മാത്രമാണ്. സ്തോത്രം. വേദപുസ്തകം മുഴുവനും കാണാപ്പാടമാക്കിയാലും യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നുവെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ലോകത്തിൽ ധാരാളം ജ്ഞാനികളുണ്ട്, അല്ലേ? രാഷ്ട്രീയക്കാർ തന്നെ ബൈബിൾ നന്നായിട്ട് പറയുന്ന ധാരാളം രാഷ്ട്രീയക്കാരുമുണ്ട്. പക്ഷെ അവർക്കാർക്കും യേശുവിൻ്റെ ജീവിതം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അവർക്ക് ആ ജീവിതം വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ അപ്പോൾ അവരായിരിക്കുന്ന പശ്ചാത്തലം വിട്ട് അവർ പോഷന്മാരായി കർത്താവിൻ്റെ മുഖം ഏറ്റുവാങ്ങുവാനിടയാകും. എന്നാൽ ഇന്നും ലൗകികമായതിൽ ആശ്രയിച്ച് ഒരു മുമ്പോട്ട് പോകുമ്പോൾ ഓർത്തോളണമേ, പഴയ നിയമവും പുതിയ നിയമവും രണ്ട് പ്രമാണങ്ങളെ വ്യത്യസ്തമായി മനസ്സിലാക്കി ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ വെളിപ്പാട് നാം ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. ഒരു വീടിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ദൃശ്യമായത്, മറ്റൊന്ന് അദൃശ്യമായത്. ആമേൻ. ഒരു വീടിൻ്റെ രണ്ട് ഭാഗം, ഒന്ന് ദൃശ്യമായത്, മറ്റൊന്ന് അദൃശ്യമായത്. അദൃശ്യമായത് അടിസ്ഥാനമാണ്. അവിടെ ആരും മെയിൻ്റനൻസ് വർക്ക് ചെയ്യാറില്ല, പെയിൻ്റ് അടിക്കാറില്ല. ഒരിക്കൽ പണിഞ്ഞാൽ ആ ഒരൊറ്റ പണിയാണ്. എന്നാൽ വെളിയിൽ അതിൻ്റെ മുകളിലാണ് കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അതാണ് പുതുനിയമസഭ.
ഹല്ലേലൂയ. അവിടെയാണ് മെയിൻ്റനൻസ് വർക്ക് എപ്പോഴും നടക്കുന്നത്. അവിടെയാണ് പ്രതികൂലം ഏറ്റവും ആഹ്ലാദം ഏൽക്കുന്നതും അവിടെ തന്നെയാണ്. സ്തോത്രം. പഴയ നിയമം അടിസ്ഥാനമാക്കിക്കൊണ്ട് സത്യത്തിൻ്റെ ആത്മാവിൽ കൃപയും സത്യവും നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആരംഭിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്വർഗീയ പണിയുടെ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഒരുക്കുകയും അതിനായിട്ട് സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദേഹം ദേഹി ആത്മാവെന്ന 3 വിധമായ വ്യവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത്. പാപമില്ലാത്ത അവസ്ഥയിലായിരുന്നു ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരുന്നത്. എങ്കിലും പാപം പിന്നെ വന്ന് കയറിയതാണ്. നമുക്കറിയാം, അനുസരണക്കേട് നിമിത്തം പാപത്തിന് താൽക്കാലിക ഭോഗത്താൽ ബന്ധിതരായി മരണത്തിന് വിധേയപ്പെട്ടു പോയ മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ടു പോകുവാനിടയായി. ആ തേജസ്സിനെ മടക്കി കൊടുക്കുവാനായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് വെളിപ്പെട്ട് വരുവാനിടയായത്. ആ തേജസ്സിനെ മടക്കി കൊടുക്കുവാനായിട്ടാണ്. സ്നാനമേറ്റ് ആയിരക്കണക്കിന് ആൾക്കാർ സഭയിലേക്ക് വരും. ആയിരക്കണക്കിന് ആൾക്കാർ സ്നാനമേറ്റ് ദൈവസഭയിലേക്ക് വരും. എന്നാൽ അവിടെ നിന്നാണ് തേജസ്സിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. ഈ വഴി ഇടുക്കുഞ്ഞെരുക്കമുള്ള വഴിയാണ്. ഈ വഴിക്ക് മറ്റൊരു പേരുണ്ട്, ക്രൂശിൻ്റെ പാത എന്ന് പറയും. ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഈ വഴി കണ്ടെത്തുന്നവരും ചുരുക്കമാണ്. വിളിക്കപ്പെട്ടവർ ധാരാളം, തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമെന്ന് നാം കാണുന്നു. ദാനിയേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിലർ നിത്യജീവനായും മറ്റു ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും എന്ന് അറിഞ്ഞുകൊള്ളണം. ഇവിടെ നിത്യലജ്ജ ഉണ്ടാകുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊന്നുമല്ല കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ. കാരണം അവർ കർത്താവിനെ അറിഞ്ഞിരുന്നില്ലല്ലോ. ലജ്ജ ഉണ്ടാകുന്നത് ആർക്കാണ്? കർത്താവിനെ അറിഞ്ഞിട്ടും കൽപ്പിതങ്ങളും ചട്ടങ്ങളും പ്രമാണിച്ചിട്ടും സത്യത്തിൻ്റെ പരിജ്ഞാനം ഏറ്റുവാങ്ങിയിട്ടും ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ജനതകൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച് സത്യവചനത്തിന് നിർമാല്യമായ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടക്കുവാൻ കൂട്ടാക്കാത്ത അവസ്ഥയിൽ മുൻപോട്ട് പോയ ജഡികരായ മനുഷ്യരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ടവരിൽ ജഡികരായി ജീവിക്കുന്നവരാണ് അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ലജ്ജയോടുകൂടെ ഉണരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാം ഇതിൽ ഏത് കൂട്ടത്തിലായിരിക്കും? സ്തോത്രം. വളരെ സഗൗരവം ഈ നാളുകളിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതയാത്ര സൂക്ഷ്മമായി പരിശോധിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു പണി, നിരന്തരമായ ഒരു പണി, രൂപാന്തരത്തിൻ്റെ ഒരു പണി, സ്തോത്രം, തൻ്റെ സ്വരൂപത്തിലൂടെ അനുരൂപപ്പെടുന്ന ഒരു പണി എന്നിൽ നടക്കുന്നുവോ? ഓരോ ദിവസവും നാം ടെസ്റ്റ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ പണി നടക്കുന്നുണ്ടോ? രൂപാന്തരത്തിൻ്റെ പണി എന്നിൽ നടക്കുന്നുണ്ടോ? ഓരോ ദിവസം നമ്മൾ തന്നെ ശോധന കഴിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിൽ അത് പരിശോധിക്കണം. എന്നിൽ രൂപാന്തരം നടക്കുന്നുണ്ടോ? അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു രൂപാന്തരം. വീണ്ടെടുക്കപ്പെട്ട നാൾ മുതൽ നമ്മുടെ ആത്മാവ് ശരീരം വിട്ട് പിരിയുന്ന കാലഘട്ടം വരെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. എന്നാൽ ആ വചനം ദൈവദാസന്മാരോട് ദൈവം നമുക്ക് നൽകുമ്പോൾ ആ വചനം ആയുധമാണ്. സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന ഭൗമികവും ജഡിലവും പൈശാചികവും ആദാമ്യവുമായ മൂടുപടങ്ങളെ വലിച്ചു കീറുവാൻ ശേഷിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം ദാസന്മാർ നമുക്ക് നൽകുമ്പോൾ അത് സ്തോത്രത്തോടുകൂടെ ഏറ്റുവാങ്ങി ആ വചനം ആയുധമാക്കി ധരിച്ചുകൊണ്ട് ആ മൂടുപടത്തെ വലിച്ചു കീറി തേജോമയനായി വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉന്നതയിലേക്ക് പ്രവേശിപ്പാനായിട്ട് സ്വർഗ്ഗസ്ഥ പിതാവ് നമ്മെ എല്ലാവരെയും ഒരുക്കുകയും അതിനായിട്ട് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. പാപക്ഷമ പ്രാപിച്ച ശേഷം നാം എല്ലാവരും സ്വർഗീയന്മാരാകുവാനുള്ള യാത്രയിലാണ്. പാപക്ഷമ എന്ന് പറയുമ്പോൾ നാം സ്നാനമേറ്റ് കഴിയുന്ന ഉടനെ നമുക്ക് ആദ്യം ലഭിക്കുന്നതാണ് പാപക്ഷമ. നിങ്ങളുടെ പാപജ്ഞരുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പോൾ പാപക്ഷമ ലഭിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്വർഗീയന്മാരാകുവാനുള്ള ഒരു യാത്രയാണ്. സ്തോത്രം. കനാൻ ദേശത്തേക്ക് മിസ്രൈമി ദേശത്ത് നിന്നും ഏകദേശം 40 ദിവസത്തെ വഴിദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ 40 ദിവസത്തെ വഴിദൂരം ഉണ്ടായിരിക്കെ ആ ജനത്തിന് ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്ത വഴി 40 വർഷത്തെ വഴിദൂരമുള്ള ഒരു യാത്രയാണ്. എന്തുകൊണ്ടാണ്? ആ യാത്ര ചുറ്റിയുള്ള യാത്ര. ആ യാത്രയിലാണ് അവരിലെ ആദാമ്യ അവസ്ഥകളെല്ലാം അസ്തമിക്കപ്പെട്ടിട്ട് ക്രിസ്തു അവർക്ക് വെളിപ്പെട്ട് കിട്ടേണ്ട യാത്രയാണത്. സ്തോത്രം. നമ്മുടെ ഒരു പുരുഷായുസ്സ് മുഴുവൻ ഏകദേശം വേണ്ടിവരും നമ്മുടെ വാഴ്ത്തപ്പെട്ട ക്രിസ്തുവിനെ പോലെ നമുക്കായി തീരുവാനായിട്ട്. സ്നാനമേറ്റ് 5-6 ഉപവാസ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഈ ജഡത്തെ ജയിക്കുവാൻ കഴിയുന്നതല്ല. ലോകം, ജഡം, പിശാച് 3 ത്രിമൂർത്തികളെ നമ്മൾ ജയിക്കണം. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഈ 3 ശക്തി നമ്മൾ ജയിക്കണം. സ്തോത്രം. ലോകം, ജഡം, പിശാച് ഇതിനെയൊക്കെ ജയിക്കുക. ജഡം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സാധനമാണ്. ഇവനെ ഒതുക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇവനെ ഒതുക്കണം. നിരന്തരം തഴക്കത്താൽ അഭ്യസിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കാണ് കട്ടിയായിട്ടുള്ള ആഹാരം. അപ്പോൾ ഇത് നിരന്തരം പോരാടി ഇവനെ ഒതുക്കണം. ഇവൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ദണ്ണിപ്പിച്ച് അടിമയാക്കണം. നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുന്ന ദൈവഹിതങ്ങളുണ്ട്, നമ്മുടെ ദേഹിയിൽ വെളിപ്പെടുന്ന സാത്താന്യഹിതങ്ങളുമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഗർഭം ധരിക്കുമ്പോൾ ഇത് നമ്മളിലെ ആത്മമനുഷ്യനിൽ ഉണ്ടായതാണോ നമ്മളിലെ ജഡമനുഷ്യനിൽ വെളിപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും അതിനെ സ്വാർത്ഥകമാകുവാൻ, അതിനെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ തക്കവിധം പലരും ഉപവാസവും പ്രാർത്ഥനയ്ക്ക് നടത്താറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ
നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഒരുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ദേഹിയിൽ വെളിപ്പെട്ട സാത്താന്യ ഇച്ഛയാണോ നമ്മുടെ ആത്മാവിൽ വെളിപ്പെട്ട ആത്മനിയോഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയണം. സ്തോത്രം. തിരിച്ചറിയാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനുവേണ്ടി ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാവൂ. അല്ലെങ്കിൽ വാഗ്ദത്വം അനുഗ്രഹമാണെന്ന് പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങൾ ദൈവമക്കൾ അനുഭവിച്ചിട്ട് ആദ്യം വാഗ്ദത്തമാണ്, സന്തോഷമാണ്, കർത്താവ് ഇത് എന്നോട് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് സന്തോഷിച്ച് അവരെന്നിട്ട് സാക്ഷ്യവും പറഞ്ഞ് പല കൺവെൻഷനിലും പോയി സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ തല ഉയർത്തുവാൻ കഴിയാതെ, അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് വാഗ്ദത്തമാണ്, ദൈവമാണ് എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞ അതേ വിഷയം തന്നെ ഇത് തിരിഞ്ഞു വന്ന് പാമ്പായി കൊത്തുന്നത് പോലെ അനുഭവങ്ങൾ നിമിത്തം 5-10 വർഷം കഴിയുമ്പോൾ എത്ര ദൈവമക്കളാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കരയുന്നത്. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ എത്ര ദൈവമക്കളാണ് കരയുന്നത്. സ്തോത്രം. ഒരിക്കൽ വാഗ്ദത്തമാണെന്ന് പറഞ്ഞ വിഷയം അതേ വാഗുണ്ട് 5-10 കൊല്ലം കഴിയുമ്പോൾ ഇത് വാസ്തവത്തിൽ ദൈവഹിതമായിരുന്നുവോ എന്ന് തിരിഞ്ഞ് ചിന്തിപ്പിച്ച് വളരെയധികം ഹൃദയം കഠിനപ്പെട്ട് വിശ്വാസത്തിൽ വളരെയധികം വീഴ്ച സംഭവിച്ച് വേണ്ടതുപോലെ ആരാധിപ്പാനോ സ്തുതിപ്പാനോ സ്തോത്രം കരയറ്റുവാനോ കഴിയാത്ത അവസ്ഥയിൽ ലോകത്തിന് വിവിധ ഇടങ്ങളിൽ എത്ര ദൈവമക്കളാണ് കണ്ണുനീര് കുടിക്കുന്നത്. ഇന്ന് രാത്രി വേളയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നത് സ്തോത്രം, പൈശാചികന്റെ തന്ത്രങ്ങളെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ സത്യത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർത്തുകൊള്ളണമേ. കാരണം പരിശുദ്ധാത്മാവിന്റെ പേരിൽ മറ്റു പല ആത്മാക്കൾ ഇവിടെ ചലിക്കുന്നുണ്ട്. സ്തോത്രം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താന് നമ്മുടെ കർത്താവിന്റെ വേഷം കെട്ടാൻ കഴിയുമെങ്കിൽ അവന്റെ ശുശ്രൂഷകന്മാർ, അതായത് സാത്താന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പൊ സാത്താന്റെ ശുശ്രൂഷകന്മാർ ദൈവസഭയിലേക്ക് വരുന്നത് രുദ്രാക്ഷമാല ഇട്ടുകൊണ്ടും കാവ്യക്കൈല് കൊടുത്തുകൊണ്ടും താടിമുടിയൊക്കെ വളർത്തിക്കൊണ്ടൊന്നും അല്ല വരുന്നത്. അവർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാണ് നമ്മുടെ ആലയത്തിലേക്ക് വരുന്നത്. ഭൗമ്യമായ വളരെ സൗമ്യമായ സംഭാഷണമായിരിക്കും. ദൈവരാജ്യം പ്രസംഗിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല. ലോകം പ്രസംഗിക്കുകയില്ല. രോഗികളെ പ്രാർത്ഥിച്ച സൗഖ്യമാകും. ഭൂതങ്ങളൊക്കെ സ്വതന്ത്രരാകും. സ്തോത്രം. പാപികൾ മാനസാന്തരപ്പെടും. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കും. നല്ല സവിസ്താരമായി വചനം ക്ലാസ് എടുക്കും. എല്ലാ വിശുദ്ധയെക്കുറിച്ചും ക്ലാസ് എടുക്കും. സൗമ്യതയോടുകൂടെ നടക്കും. നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാണ് ദൈവസഭകളിലേക്ക് സാത്താന്യ ശുശ്രൂഷകന്മാർ വരുന്നത്. അവർ വന്ന് ഖുറാനും മഹാഭാരതവും നല്ല പഠിപ്പിക്കുന്നത്. അവർ നമ്മുടെ ഈ കയ്യിരിക്കുന്ന സത്യവചനം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുമ്പോൾ ഈ പഠിപ്പീരിൽ ഫലങ്ങൾ കാണാം, ശുശ്രൂഷകളിൽ അടയാളങ്ങൾ കാണാം, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അപ്പം പിന്നെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത് സാത്താന്യ ശുശ്രൂഷകനാണോ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷകന്മാരാണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇപ്പൊ രാജവിക്തരെന്ന ഞാൻ നിങ്ങളോട് സംഭാഷിക്കുകയാണ്. ഞാൻ സത്യത്തിന്റെ ആത്മാവിനാലാണോ ഈ വഞ്ചനയുടെ ആത്മാവിലാണോ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രവചിക്കുകയോ നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ രാജവിക്തർ നല്ലൊരു പ്രവാചകനാണ് നിങ്ങൾ പറയും. അങ്ങനെ കഴിഞ്ഞ് 10 കൊല്ലം എന്നെക്കുറിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്, ലോകത്തെ നാനാഭാഗങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് കുറിച്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ ഞാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞാൽ ഓർത്തുകൊള്ളണമേ, പരിശുദ്ധാത്മാവിന്റെ മാത്രമല്ല ആ കാര്യം പറയാൻ കഴിയുന്നത്. ഇന്ന് ഈ ജൻസി തലമുറ എത്ര യൗവനക്കാരാണ് പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, സ്നാനം പോലും പറ്റിയിട്ടില്ലാതെ, നിങ്ങൾ ടി വിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് അറിയാമല്ലോ. എത്ര യൗവനക്കാരാണ് മെന്റലിസ്റ്റുകൾ. അവർ മനസ്സിലിരിക്കുന്ന കാര്യം പറയുകയാണ്. ആ സഹോദരിയുടെ മനസ്സിലിരിക്കുന്ന കാര്യം പറയുകയാണ്. അവരുടെ മനസ്സിലുള്ള ആളിന്റെ പേര് പറയുകയാണ്. അവർ ചെയ്യാൻ പോകുന്ന കാര്യം പറയുകയാണ്. പണ്ട് നമ്മുടെ തലമുറ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പിതാക്കന്മാർ ദൈവസഭയിൽ ചെയ്തു കാണിച്ച കാര്യങ്ങൾ ഈ ജൻസി തലമുറയിൽ ഒരു പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ട. സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർക്ക് മറ്റൊരു മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നു. പണ്ട് നാം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ തലമുറ കണ്ടത് നമ്മുടെ തലമുറയ്ക്ക് അത് കാണാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമില്ല. അതാണ് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നതിന്റെ കാരണം അതാണ്. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യും പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമായ ആലോചന നമ്മൾ കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, സത്യത്തിന്റെ ആത്മാവല്ലാതെ വഞ്ചനയുടെ ആത്മാവിന് സകല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. മനുഷ്യന് പാപമോചനം ഒഴികെ സകല കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്യുവാൻ വഞ്ചകനും ചതിയനുമായി പിശാചിന് കഴിയുമെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങൾ ചതിക്കരുത്. ഒരു ലിഫ്റ്റിന്റെ ഡോർ അടയാനുള്ള സമയം പോലും വേണ്ട ഇനി കർത്താവിന് വരാൻ. അത്ര വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ നമുക്ക് ഇനി ശേഷിക്കുന്ന പ്രവാസകാലം. അതുകൊണ്ട് നമ്മുടെ ദേഹം സംബന്ധിച്ചുള്ള ശുദ്ധീകരണം,
ശുദ്ധീകരണം, ദേഹി സംബന്ധിച്ചുള്ള ശുദ്ധീകരണം, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംബന്ധിച്ചുള്ള ശുദ്ധീകരണം, 3 മേഖലയിലും പരിശുദ്ധാത്മാവിന്റെ അടിയന്തരമായ ഒരു ഷട്ട് ഡൗൺ വർക്ക് ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. നിങ്ങളിൽ പലരും നിങ്ങളുടെ സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി വചനത്തെ സമീപിക്കുകയാണ്. നിങ്ങളുടെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പള്ളി പോവുകയാണ്. നിങ്ങളുടെ സ്വാർത്ഥവും ജഡിലവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ സേവിക്കുകയാണ്. നമ്മൾ ആരും നമുക്കായിട്ടല്ല ജീവിക്കുന്നത്. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൽ പിതാവായി ദൈവത്തിന് ഇവിടെ ജീവിക്കുന്നവരാണ്. കാരണം നമുക്കായിട്ട് ജീവിക്കാൻ നമ്മൾ മരിച്ചില്ലേ പ്രിയമുള്ളവരെ? സ്നാനത്താൽ നാം അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടില്ലേ? സ്തോത്രം. ഇനി ജീവിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതത്തിലാണ് ഇവിടെ രാജൻ വിക്ടർ ജീവിക്കുന്നത്. എൻ്റെ ജീവൻ എവിടെ പോയി? എൻ്റെ ജീവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനോട് കൂടെ സ്വർഗീയ സിയോനിൽ അവിടെ മറഞ്ഞിരിക്കുകയാണ്. പിതാവായ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് എൻ്റെ ജീവൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് യേശുവിൻ്റെ ജീവനിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ആ യേശുവിൻ്റെ ജീവനിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രാജൻ വിക്ടറിന്റെ ജഡിക മനുഷ്യന്റെ ആഗ്രഹപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമോ? അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ രാജൻ വിക്ടർ മരിച്ചില്ല എന്നല്ലേ അതിന്റെ അർത്ഥം, പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. ഇന്ന് ഈ രാത്രിവേളയിൽ നിത്യനായ ദൈവം നമുക്ക് പ്രകാശിപ്പിച്ച് നൽകുന്ന നിർമ്മലമായ വചനത്തിന്റെ ആധികാരികമായ വെളിച്ചവും വെളിപ്പാടും പരിശുദ്ധ ആത്മാവിന്റെ സഹായത്താൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം പ്രാപിച്ചിരിക്കുന്നത് ആത്മാവ് സ്വർഗത്തിന്റെ പരിശുദ്ധ ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണോ എന്ന് നാം സ്വയം ശോധനയ്ക്ക് വിധേയപ്പെടണം. ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാവ് ഉയരത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന കഴിക്കണം. ഒരുവനിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ അറിയാനുള്ള ഒരൊറ്റ വഴി ഞാൻ പറഞ്ഞുതരാം, എളുപ്പ വഴി പറഞ്ഞുതരാം. ആ വ്യക്തി യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രവാചകനാകട്ടെ, പാസ്റ്ററാകട്ടെ, വിശ്വാസിയാകട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഒരുവനിൽ സത്യത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് വസിക്കുന്നുവെങ്കിൽ അത് സത്യത്തിന്റെ ആത്മാവാണോ എന്ന് അറിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ മനുഷ്യന്റെ ജീവിതം നോക്കിയാൽ മതി. അവന്റെ ആഗ്രഹം എന്താണ്? യേശുവിനെ പോലെ ജീവിക്കാനുള്ള ആഗ്രഹമാണോ അവനുള്ളത്? യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാനാണോ ആ വ്യക്തിക്ക് ആഗ്രഹമുള്ളത്? അങ്ങനെയുള്ളവർക്ക് സത്യത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ ആത്മാവാണുള്ളത്, പരിശുദ്ധാത്മാവാണുള്ളത്. അല്ലാത്തവർ ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്ന, ഈ ലോകത്തിന്റെ താൽക്കാലിക പുഴുതുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവനായി വെളിപ്പെട്ടിരിക്കുമ്പോൾ ഈ ആത്മസ്വഭാവത്തിനെതിരായ മോഹങ്ങൾ ഗർഭം ധരിപ്പിച്ച് സാത്താന്യ തന്ത്രങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പാൻ തക്കവിധമുള്ള വഴികളും വാതായനങ്ങളും നാം ഒരിക്കലും തുറന്നു കൊടുക്കാനിടയാകാത്ത വിധത്തിൽ നിത്യനും ബലവാനുമായ പരിശുദ്ധനായ ദൈവത്തിന്റെ സഹായത്താൽ തന്നെ നിർമ്മലമായ വചനം നമുക്ക് കോട്ടയും വെളിച്ചമായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വെളിപ്പെട്ടിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയാണ്. കർത്താവിന്റെ പൊന്നുനാമം എന്നും എന്നും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിന്റെ രക്തം, വചനം, ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നാം ഈ മരുപ്രയാണ യാത്രയിലാണ്. കാരണം വാഗ്ദത്ത കനാൻ ദേശത്തേക്കുള്ള യാത്രയിലാണ്. ഈ യാത്ര ചുറ്റി അന്ന് പണ്ട് ഇസ്രായേൽ മക്കൾ സഞ്ചരിച്ചതുപോലുള്ള യാത്രകളാണ്. ആമേൻ. ഈ യാത്രയിലാണ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ നാം നേടണം, അല്ലേ? കർത്താവിനെ നേടണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഇവിടെ അനുഭവിച്ചറിയണം. ഈ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഇവിടെ അനുഭവിച്ചറിയാനാണ് ഈ പാഴ് മരുഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. കഷ്ടത്തിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാറ്റുന്ന ആൾക്കാരെ കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ആ കൂട്ടത്തിലുള്ളവരാണോ പ്രിയമുള്ളവരെ? ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൻ്റെ കൂട്ടായ്മ അനുഭവിച്ചറിയാത്തവൻ എങ്ങനെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയപ്പെടും പ്രിയമുള്ളവരെ? 2 വ്യക്തിത്വമാണ്. ഒന്ന് നമ്മളിലെ ആത്മമനുഷ്യൻ, മറ്റൊന്ന് നമ്മളിലെ ജഡമനുഷ്യൻ. ഇവൻ ഈ രണ്ട് വ്യക്തി സ്വഭാവങ്ങളും അദൃശ്യമാണ്. ഒന്ന് നമ്മുടെ ആത്മമനുഷ്യൻ, ഉള്ളിലെ ആത്മമനുഷ്യൻ, അവൻ അദൃശ്യനാണ്, ആത്മാവാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനും പ്രാണനും ഇടയിൽ മറ്റൊരു വ്യക്തിത്വമുണ്ട്, അതാണ് ജഡമനുഷ്യൻ. ഇവൻ ലൗകികനാണ്. ഈ ജഡമനുഷ്യനും ആത്മമനുഷ്യനും തമ്മിൽ യുദ്ധം നടക്കും. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം ഒരൊറ്റ പാരഗ്രാഫിലാണ് കാണുന്നത് മലയാള ബൈബിളിൽ. ശൗൽ ഗ്രഹവും ദാവീദ് ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു എന്ന് കാണാം. അവിടെ ദാവീദിന് ബലം കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു എന്ന് കാണാം. ഒറ്റ വാക്യം ഒരു പാരഗ്രാഫാണ്. 2:1 ശമൂവേൽ. സ്തോത്രം. അവിടെ ശൗൽ ഗ്രഹം നമ്മുടെ ജഡമനുഷ്യന്റെ നിഴലാണ്, ദാവീദോ നമ്മുടെ ആത്മമനുഷ്യന്റെ നിഴലാണ്. നമ്മൾ സ്നാനമേറ്റ്, പഴയ മനുഷ്യനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്നാനമേറ്റ് കയറി വരുമ്പോൾ സ്തോത്രം, പഴയ മനുഷ്യൻ്റെ ഒരു രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.
എന്നാൽ ഇനിയുള്ള നമ്മുടെ ജീവിതയാത്ര ഓർക്കണം, പാപക്ഷമ മാത്രമാണ് നമുക്ക് സ്നാനപ്പെടുമ്പോൾ ലഭിക്കുന്നത്. എന്നാൽ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എപ്പോഴാണ്? നാം പാപത്തിന് ദാസന്മാരായിരുന്നു സത്യം, എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരണം. സ്തോത്രം. അതാണ് ആ വ്യവസ്ഥ. അതാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വചനങ്ങളെ എപ്പോഴാണോ ഹൃദയപൂർവ്വം നാം അനുസരിച്ച് തുടങ്ങുന്നത്, അപ്പോഴാണ് പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ തുടങ്ങുന്നത്. നമ്മുടെ കണ്ണുകൾക്കൊരു പ്രമാണമുണ്ട്, കാണരുതാത്തത് കാണുന്നൊരു പ്രമാണം. നമ്മുടെ ചെവികൾക്കൊരു പ്രമാണമുണ്ട്, കേൾക്കരുതാത്തത് കേൾക്കുന്നൊരു പ്രമാണം. ഇല്ലേ? നമ്മുടെ അധരത്തിനൊരു പ്രമാണമുണ്ട്, പറയരുതാത്തത് പറയുന്നൊരു പ്രമാണം. നമ്മുടെ കൈകൾക്കൊരു പ്രമാണമുണ്ട്, ചെയ്യരുതാത്തത് ചെയ്യുന്നൊരു പ്രമാണം. ഇത് കാണരുതാത്തതാണ് കാണുന്നതെന്നും കേൾക്കരുതാത്തതാണ് കേൾക്കുന്നതെന്നും പറയരുതാത്തതാണ് പറയുന്നതെന്നും നമുക്ക് എപ്പോഴാണ് ബോധ്യമാകുന്നത്? സത്യത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടുന്ന നിമിഷം മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ കാണരുതാത്ത നാം കാണുന്നതെന്ന്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ആത്മാവ് നമ്മോട് പറഞ്ഞു വരുന്നത്, നിത്യനും ബലവാനും പരിശുദ്ധനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നടക്കേണ്ട ആത്മീയ പണികളുടെ ഗൗരവ അവസ്ഥ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മുടെ ജഡ മനുഷ്യൻ അവന് പല മോഹങ്ങൾ ഉള്ളവനാണ്. അവന് ഇവിടെ ഭൂമിയിൽ നീണാൾ വാഴണം. ആയുസ്സും ആരോഗ്യവും ബലവും പുഷ്ടിയും നന്മയും ഉയർച്ചയും പദവിയും മാനുഷിക മോഹങ്ങൾ, പദവി, പുകഴ്ച, പെരുമ, പ്രശംസ, കീർത്തി ഇതെല്ലാം അവന് വേണം. സ്തോത്രം. കുറെ ആയുസ്സും കൂടെ അവന് വേണം. അവിടെ പിടിച്ചെടുക്കണം, ഇവിടെ പിടിച്ചെടുക്കണം. ആ നന്മ വേണം, ഈ നന്മ വേണം. അവിടെ ആ പ്രോജക്റ്റ്, ഇവിടെ ഈ പ്രോജക്റ്റ്. ഇങ്ങനെ കുറേ നാൾ ഭൂമിയിൽ ഇവിടെ ജീവിച്ച് പരമാവധി സമ്പാദിച്ച് കുറേ വർഷം ഇവിടെ ജീവിക്കണം. അതാണ് ജഡമനുഷ്യൻ്റെ ആഗ്രഹം. എന്നാൽ നമ്മുടെ ആത്മമനുഷ്യൻ്റെ ആഗ്രഹം അതല്ല. അവൻ്റെ ആദ്യത്തെ ആഗ്രഹം, ഒന്നാമത്തെ ആഗ്രഹം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം. കാരണം അവൻ്റെ രാജ്യം ഇതല്ല. അവൻ്റെ രാജ്യം ഈ കാണുന്ന താൽക്കാലിക രാജ്യമല്ല. അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശം അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചുമിരിക്കുന്ന അവൻ്റെ രാജ്യം ഈ തീക്കായി സൂക്ഷിക്കപ്പെടാൻ പോകുന്ന ഭൂമി പുടപുടെ പൊട്ടുന്നു, കാവൽമാടം പോലെ ആടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. സ്തോത്രം. പൊടുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. ഹല്ലേലൂയ. ഈ പൊടുപടെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തൊന്ന് വിഷയം? ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആഗ്രഹം, അവൻ ഇവിടുത്തുകാരനല്ലല്ലോ, അവൻ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടിയവനാണ്. അവന് എങ്ങനെങ്കിലും അങ്ങോട്ട് കടക്കണമെന്നാണ് ആഗ്രഹം. ഈ ജഡമനുഷ്യന്റെ വ്യാജമോഹങ്ങളാൽ എന്തെങ്കിലും കുരുക്കുണ്ടായാൽ ഒരു പക്ഷേ ആത്മമനുഷ്യനും കൂടെ അവതാളത്തിലാകും. അതുകൊണ്ട് ആത്മമനുഷ്യന്റെ ആഗ്രഹം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഇനിയിപ്പോൾ ജീവിക്കുകയാണോ? ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു. മരിക്കുകയാണോ? യെസ്, എനിക്ക് ലാഭം. ഈ വചനത്തിൻ്റെയൊക്കെ അർത്ഥം ദൈവമക്കൾക്ക് നന്നായി ബോധ്യപ്പെടുമ്പോഴാണ് യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നുവെന്നും പൗലോസ് എന്ത് കണ്ടിട്ടാണ് ഈ കാര്യം പറഞ്ഞതെന്ന് നമുക്ക് ബോധ്യമാകുകയുള്ളൂ. വചനം കാണാപ്പാഠമാക്കിയാൽ ഈ ജീവിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. കാരണം കർത്താവ് ആത്മാവാകുന്നു. ആത്മാവാകുന്ന കർത്താവ്, അതിൻ്റെ വചനം ആത്മാവിനാലാണ് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവിനാൽ വിരചിതമാക്കപ്പെട്ടിരിക്കുന്ന ഈ സത്യവചനം ആത്മാവിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടണം. ആയിരക്കണക്കിന് വചനം കാണാതെ പഠിച്ചാൽ ഒരു പ്രയോജനമില്ല പ്രിയമുള്ളവരെ. മരിച്ചുപോയ EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് ആരാധ്യനായിരുന്ന മനുഷ്യൻ, അദ്ദേഹം പ്രവചന പുസ്തകങ്ങൾ മുഴുവനും കാണാപ്പാടമാക്കിയ ആളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 3000-ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കാണാപ്പാടമായിരുന്നു. ഭയങ്കര ഒരു വായനശീലമുള്ള മനുഷ്യനായിരുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളും അദ്ദേഹം മെമ്മറൈസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ബൈബിളിലെ പ്രവചന പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് കാണാപ്പാടമായിരുന്നു. അദ്ദേഹം കാണാപ്പാടമാക്കിയിട്ടും നൂറുകണക്കിന് മശികയെക്കുറിച്ചുള്ള വചനം അവിടെ വെളിപ്പെട്ടിട്ടും മനുഷ്യകുലത്തിൻ്റെ സമ്പൂർണ്ണ വീണ്ടെടുപ്പിന് വേണ്ടി സൃഷ്ടിതാവായ ദൈവം ഒരുക്കിയ രക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് നൂറുകണക്കിന് വചനങ്ങളിലൂടെ ആ ന്യായപ്രമാണത്തിൻ്റെ ഒടുക്കത്തെ മേഖലയായ പ്രവചന ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ട് ആ വചനം കാണാപ്പാടമാക്കിയിട്ടും ആ വാഴ്ത്തപ്പെട്ട മശികയെ ഒന്ന് ദർശിക്കാൻ പോലും കഴിയാതെയല്ലേ അദ്ദേഹം ഈ ഭൂമുഖം വിട്ടുപോയത്? എൻ്റെ ദേശം പണ്ട് കൊട്ടാരക്കരയായിരുന്നു. കൊട്ടാരക്കരയിൽ R ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മുൻ മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചിയുടെ മടിയിൽ ഇരുന്നാണ് ആ മനുഷ്യൻ വളർന്നത്. അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചി ഒരു ക്രിസ്ത്യൻ അനുഭാവിയായിരുന്നു. ആ വല്യമ്മച്ചിയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് കുഞ്ഞു പ്രായത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെ കഥകൾ ആ വല്യമ്മച്ചി പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. ഒരു 10-15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എല്ലാം അദ്ദേഹത്തിന് നല്ല ബൈഹാർട്ടായി. സ്തോത്രം. അദ്ദേഹം പിൽക്കാലത്ത് എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ ക്രിസ്ത്യൻ മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ നല്ല നിലയിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം മുഴുവൻ അദ്ദേഹത്തിന് കാണാപ്പാടമാണ്. ഓർത്തുകൊള്ളു പ്രിയമുള്ളവരെ, 4 സുവിശേഷം അദ്ദേഹം കാണാപ്പാടമാക്കിയിട്ടും രക്ഷ കരസ്ഥമാക്കാതെയാണ് അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയത്.
വചനം കാണാപ്പാടമാക്കിയത് കൊണ്ട് യേശുവിൻ്റെ ജീവിതം ജീവിപ്പാൻ ആർക്കും കഴിയുന്നതല്ല. സത്യത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി നൽകിയിരിക്കുന്ന ഈ വചനം നമുക്ക് ആത്മാവിൽ തന്നെ വെളിപ്പെട്ട് കിട്ടണം. അല്പമേ വീണ്ടും അല്ല, ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു വചനമെങ്കിലും നമുക്ക് വെളിപ്പെട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ, വചനം വെളിപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമായിട്ട് മാറുക എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വചനങ്ങൾ നമ്മുടെ തലച്ചോറിനകത്തുണ്ട്. ഈ തലച്ചോറിനകത്തിരിക്കുന്ന വചനം നമ്മുടെ കഷ്ടകാലത്തിൽ ഒരു വചനവും നമുക്ക് ആശ്വാസം തരില്ല. ഓർത്തു കൊള്ളണമേ പ്രിയമുള്ളവരെ. നമുക്ക് മറ്റുള്ളവർക്ക് കഷ്ടത ഉണ്ടായാൽ നമുക്ക് നൂറുകണക്കിന് വചനം പറഞ്ഞ് അവിടെ പോയി ആശ്വസിപ്പിക്കാം, ഹോസ്പിറ്റലിലോ വീട്ടിലോ പോയി ആശ്വസിപ്പിക്കാം. അതേ പ്രശ്നം നമുക്കുണ്ടായാലോ ആ വചനം നമുക്ക് എന്താ ആശ്വാസം നൽകാത്തത്? മറ്റുള്ളവർ നമ്മളോട് വചനം പറയുമ്പോൾ എന്തുകൊണ്ട് വചനത്തിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല? കാരണം എന്താണ്? ആ വചനം എല്ലാം തലച്ചോറിനകത്ത് വന്നതേ ഉള്ളൂ. ഒരു വചനം പോലും ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. ഈ വചനം ഹൃദയത്തിൽ എഴുതപ്പെടണമെങ്കിൽ എന്താണ് വഴി? കാണാതെ പഠിച്ച വചനവുമായിട്ട് നമ്മൾ സമയം മെനക്കെടുത്തി കണ്ടെത്തി, അപ്പോൾ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ കണ്ടെത്തി, ആരും ശല്യമില്ലാത്ത ഒരു സമയം, ആരും നമ്മളെ ശല്യപ്പെടുത്തുവാനില്ലാത്ത, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂട്ടുകാരോ ആരും ശല്യപ്പെടുത്താനില്ലാത്തതും, അപ്പോൾ തന്നെ അധികം ഫോൺ കോൾ വരുവാനിടയില്ലാത്തതുമായ ഒരു സമയം 24 അവേഴ്സിനുള്ളിൽ നാം കണ്ടെത്തുക പ്രിയമുള്ളവരെ. കണ്ടെത്തി ആ വചനവുമായി, അറിഞ്ഞ വചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കണം. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. ഒറ്റ ആഗ്രഹം, കർത്താവേ, എൻ്റെ തലച്ചോറിലും എൻ്റെ കയ്യിലും ഇരിക്കുന്ന ഈ വചനത്തെ എൻ്റെ ഉള്ളിൽ ഒന്നാക്കി തരണമേ എന്ന വാഞ്ചയോടുകൂടെ ഈ വചനം നിങ്ങൾ ധ്യാനിക്കുവാൻ ആരംഭിക്കണം. സ്തോത്രം. ഞാൻ പറയാം, 1-2 മാസത്തിനുള്ളിലൊന്നും അങ്ങനെ ചിലപ്പം ഹൃദയത്തിന് ചൂട് പിടിച്ചൊന്നും വരികയില്ല. സ്തോത്രം. ചിലപ്പോൾ 2-3 വർഷമൊക്കെ എടുക്കാം. ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് 9ാമത്തെ വർഷത്തിലാണ് എൻ്റെ ഉള്ളിൽ വചനം എഴുതാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. സ്തോത്രം. അതോടകം എത്ര രാജ്യങ്ങൾ പോയി ഞാൻ ശുശ്രൂഷിച്ച ആളാണ്. ഏത് ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. ശവസംസ്കാരം നടത്തണോ, കല്യാണം നടത്തണോ, വീട് കുദാശ നടത്തണോ, അല്ല പെന്തക്കോസ്ത് ലോകത്തിൽ ഏതെല്ലാം ടൈപ്പ് ശുശ്രൂഷകളാണ് ഉള്ളത്? അത് 10 വാക്യം അറിയാമെങ്കിൽ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? ഏത് കൺവെൻഷന് പ്രസംഗിക്കണം, ഏത് പരസ്യയോഗത്തിന് പ്രസംഗിക്കണം, ഏത് ടൈപ്പ് ശുശ്രൂഷ ചെയ്യണം പ്രിയമുള്ളവരെ? 10 വചനം അറിയാമെങ്കിൽ ആർക്ക്? നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമല്ലോ. ഒരു കല്യാണത്തിന് പോയാൽ ദൈവാസന്മാർ ഏത് വചനം പറയുമെന്ന് കുഞ്ഞുങ്ങൾക്കറിയാം. ഒരു മരണത്തിന് പോയാൽ ദൈവാസന്മാർ ഏത് വചനമാണ് പ്രസംഗിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. സഭായോഗത്തിനാണെങ്കിൽ രാവിലെ 10 മണിക്ക് സഭയിൽ എന്ത് നടക്കും, 11 മണിക്ക് എന്ത് നടക്കും, 11:30 പള്ളിയിൽ എന്ത് നടക്കും, 12 മണിയാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അവസാനം ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേ എന്ത് നടക്കും എന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ പ്രിയമുള്ളവരെ. അതല്ല. ആത്മാവിനാൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ എഴുതണമെങ്കിൽ ഈ അറിഞ്ഞ വചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരണം. എല്ലാ തിരക്കും മാറ്റിവെച്ച് അടുത്ത് വരണം. അടുത്ത് വന്ന് ഈ വചനത്തിന് മുമ്പിൽ ധ്യാനാത്മകമായ പശ്ചാത്തലം ഒരുക്കി, ഹല്ലേലൂയ, രക്തത്താൽ വചനത്താൽ ചെയ്യാം. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. ഉള്ളിലെ കണ്ടുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനെ കാണുവാൻ തക്ക വിധമുള്ള വാഞ്ചയോടുകൂടെ അറിഞ്ഞ വചനമായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അടുത്തു വരിക. അറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ യാചിക്കുക. ആ ധ്യാനത്തിലൂടെ ഒരിക്കൽ നിങ്ങളുടെ ഹൃദയത്തിന് ചൂട് പിടിക്കും. എനിക്കിപ്പോൾ 9 വർഷം എടുത്തു എൻ്റെ ധ്യാനത്തിൽ ഒരു വചനം എൻ്റെ ഉള്ളിൽ എഴുതാൻ. അതെൻ്റെ ജഡ സ്വഭാവം കൊണ്ടാണ്. ഒത്തിരി ജഡമോഹങ്ങളായിരുന്നു. ഏത് രാജ്യത്ത് പ്രസംഗിക്കാൻ പോയാലും പണം ഉണ്ടാക്കുക എന്നുള്ള ചിന്ത ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്നു പ്രിയമുള്ളവരെ. അതെൻ്റെ സ്വഭാവമായിരുന്നു. എനിക്ക് ഭയങ്കര പണത്തിൻ്റെ കുതിയനായിരുന്നു ഞാൻ. എത്ര കിട്ടിയാലും തികയില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ലക്ഷക്കണക്കിന് മാസ വരുമാനം ഉണ്ടായിരുന്ന ഒരു ഉദ്ദേശിയായിരുന്നു ഞാൻ. അതൊന്നും എനിക്ക് തികയത്തില്ല. ഓരോ രാജ്യത്തിൽ പോകുമ്പോൾ പുതിയ സ്പോൺസേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു മോഹം, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് കാരണമാണ്. ഈ സാധനം വന്ന് കയറിയാൽ പ്രശ്നം അതാണ്. അങ്ങനെ ആ ഒരു ദ്രവ്യാഗ്രഹം കാരണം, ജഡിക സ്വഭാവ നിമിത്തം 9 വർഷം വേണ്ടി വന്നു ശുശ്രൂഷകനായി എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വചനം വെളിപ്പെട്ട് കിട്ടുവാൻ. തലച്ചോറിനകത്ത് 100 കണക്കിന് വചനമുണ്ട്. ബൈബിൾ കോളേജിൽ പഠിച്ച വചനങ്ങൾ, വീട്ടിൽ ധ്യാനിച്ച് കാണാതെ പഠിച്ച വചനങ്ങൾ, അനേക പ്രസംഗം കേട്ട വചനം. എൻ്റെ പിതാവ് ഒരു ഉപദേശിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട വചനങ്ങൾ, ഇതെല്ലാം തലച്ചോറിനകത്ത് കിടക്കുകയില്ലേ. എല്ലാ ടൈപ്പ് ശുശ്രൂഷയും കൊച്ചിലെ മുതൽ കാണുകയാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിൽ ഇതെല്ലാം ചെയ്യാൻ കഴിയും. പരിജ്ഞാനത്തോടു കൂടെ എല്ലാം ചെയ്യാൻ കഴിയും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാ ദൈവദാസന്മാർക്ക് കൃപ എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വചനം പോലും ആത്മാവിൽ ഉള്ളിൽ എഴുതപ്പെട്ടിട്ടില്ല. അതെനിക്ക് അറിയുമില്ല. എൻ്റെ തലച്ചോറിനകത്തു നിന്ന് ഞാൻ പറഞ്ഞ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്ന വ്യാജനയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
എൻ്റെ തലച്ചോറിനകത്ത് ഞാൻ സംഭരിച്ച് വെച്ചിരുന്ന വചനങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയും, ദൈവമക്കളെ ഇതെൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. തലച്ചോറിലെയും ഉള്ളിലെയും അനുഭവത്തിൻ്റെ വ്യത്യാസം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരുത്തൻ്റെ തലച്ചോറിനകത്ത് നിന്ന് പ്രസംഗിക്കുമ്പോഴും ഒരുത്തൻ്റെ ഉള്ളിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴുള്ള ജീവിതാനുഭവം എന്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ റിയൽ അനുഭവം എൻ്റെ ഉള്ളിൽ വരേണ്ടതിന് നീതിമാനായ ദൈവം എനിക്ക് 68 ലക്ഷം രൂപ കടം വരുത്തി. സ്തോത്രം. വരുത്തി എൻ്റെ മുമ്പും പിമ്പും ഇടവും വലവും എല്ലാം അടച്ചിട്ട് എന്നെ ദൈവ കർത്താവ് മര്യാദ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. നീതിമാന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഞാൻ അടങ്ങി ഒതുങ്ങി എൻ്റെ ദ്രവ്യാഗ്രഹം എല്ലാം വിട്ട് കളഞ്ഞിട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നെടുമ്പാടെ വീണു. എൻ്റെ ശുശ്രൂഷയുടെ 10ാം വർഷത്തിൽ കർത്താവ് എനിക്ക് എന്താണ് പറ്റിയത്? ഹല്ലേലൂയ. 2017 ആ സംഭവം. 2017 കർത്താവ് എനിക്ക് എന്താണ് പറ്റിയത്? ഇത്രയും 100 കണക്കിന് ദൈവാസന്മാരെ മാസം തോറും ഞാൻ സഹായിക്കുന്ന ആളാണ്. എത്രയോ ദൈവാസന്മാർക്ക് ഈ ജില്ലയിൽ ഞാൻ വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ സാധുക്കളുടെ കല്യാണമൊക്കെ സൗജന്യമായി നടത്തി കൊടുത്തിട്ടുണ്ട്. എത്രയോ തയ്യൽ മിഷനുകൾക്ക് വിതരണം, ഈ ചാരിറ്റി വർക്കുകൾ. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 33,000 പരം പേരുണ്ട്. അവരിൽ രാജൻ വിക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ അറിയാം. ഈ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പോലീസുകാർക്ക്, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളാണ്. ആയിരുന്നു, ഇപ്പോഴല്ല. 17 വരെ അങ്ങനെ ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും എന്നെ അറിയാം. തോമസ് ഐസക് പോലുള്ള പഴയ മിനിസ്റ്ററൊക്കെ ഇവിടെ വന്ന് എൻ്റെ റൂമിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ എല്ലാവരും എൻ്റെ സ്നേഹിതന്മാരായിരുന്നു ഒരിക്കൽ. കാരണം പാർട്ടിക്കാർക്കൊക്കെ ഇഷ്ടം പോലെ പൈസ കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ നാട്ടുകാരെല്ലാം കൂടെ ഒരു ദിവസം വന്ന് ഇവിടുത്തെ ക്ഷേത്രപ്പണിക്ക് വേണ്ടി പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും മഴക്കാലമായി പാസ്റ്ററെ ഞങ്ങളുടെ കാളിക്ഷേത്രം പൂർത്തീകരിക്കാൻ വഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. മഴക്കാലം വരുന്നു, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, കുറേ സിമെന്റ് എടുത്ത് തരണമെന്ന് പറഞ്ഞു. എനിക്ക് പൈസയുള്ള സമയമാണ്. നിന്നോട് ചോദിക്കുന്ന ഏവർക്കും കൊടുപ്പിൻ എന്ന കർത്താവിൻ്റെ പ്രമാണ നിമിത്തം നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ദൈവമക്കൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഓരോ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഉണ്ടാക്കി കിട്ടുന്ന പൈസയുടെ ഒരു അംശം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് തരുമ്പോൾ ഞാനിവിടെ കുട്ടി രാജാവായിട്ട് വാണ് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ അങ്ങ് പോതിച്ചു പോലെ അങ്ങ് ജീവിക്കുകയാണ്. ഇല്ലേ? 30-40 പാക്കറ്റ് സിമെന്റ് എടുത്ത് കൊടുത്ത് ഇവിടെ തൊട്ടടുത്താണ് ആ ക്ഷേത്രം ഉള്ളത്. ആ ക്ഷേത്രം പണിയാൻ ഞാൻ ആ പൈസ കൊടുത്തത്. അല്ലെങ്കിൽ ആ മഴക്കാലത്ത് ഇടിഞ്ഞ് താഴെ വീണ് പോയേനെ. അപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇവിടെ എല്ലാവർക്കും ഞാൻ ജനസമ്മതനായിട്ട് മാറി പ്രിയമുള്ളവരെ. പൈസ കൊണ്ട് ഇതെല്ലാം കളിക്കുന്നത്. അപ്പോൾ അതിനും പിശാചി ജ്ഞാനം ഉള്ളിൽ പകർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ കഷ്ടം. ലണ്ടനിലൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞ് ഞാൻ പ്രവചിക്കുകയാണ്. സത്യത്തിന്റെ ആത്മാവിലായിരുന്നില്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ. ലണ്ടൻ ക്രോയിഡോണിൽ ഒരു ദൈവസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് ഞാൻ വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. പേര് വിളിച്ചപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയാണെങ്കിൽ ആ കൊച്ചിൻ്റെ പേര് ഇംഗ്ലീഷ് നെയിമാണ്. സഭയെല്ലാം സ്റ്റക്കായി. കാരണം ആ കുട്ടിയുടെ പേര് സഭയിൽ തന്നെ ഉള്ള എല്ലാവർക്കും അറിയത്തില്ല. മെയിൻസ് അസോസിയേറ്റ് പാസ്റ്റേഴ്സിന് മാത്രമേ ആ കുട്ടിയുടെ പേരും അറിയത്തുള്ളൂ. വേറെ ആർക്കും ആ പെൺകുട്ടിയുടെ പേര് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സഭയെല്ലാം നിശ്ചലമായി. എന്തൊരു ദൂതാടെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് എനിക്കറിയില്ല, ഞാൻ വഞ്ചകനും ചതീനമായ ദുഷ്ടന്റെ ആത്മാവിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ വചനമാണ് സംസാരിക്കുന്നത്. ഒരു ഉപദേശിയുടെ മകനായിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. വചനം പറയുന്നു, അനുഭവം പറയുന്നു. ആർക്കും വിവേചിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ 10 വർഷം ഈ ശുശ്രൂഷ ലോകത്തിന് വിവിധ രാജ്യങ്ങൾ ചെയ്തിട്ട് കേരളത്തിലുള്ള പ്രസിദ്ധമായ എല്ലാ ദൈവസഭകളിലും ഞാൻ പോയി പ്രസംഗിച്ചിട്ട് എന്നിൽ വസിക്കുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണെന്നും ആരും എന്നെ വിവേചിച്ചില്ലല്ലോ പ്രിയമുള്ളവരെ. ഇതാണ് സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു പറയുന്നത്. അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിക്കും. അതുകൊണ്ട് ഒരു ദൈവദാസന്റെ ശുശ്രൂഷ കണ്ടിട്ട് അവരുടെ ജീവിതം അളക്കരുത്, മനസ്സിലാക്കരുത്. ഫലത്താലാണ് വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത്. ഒന്നുമല്ലെങ്കിലും ആ ദേവദാസന്റെ സ്വന്തം ഭാര്യയോട് പോയി ചോദിക്കണം, സഹോദരി നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുണ്ട്? ആ സ്വന്തം ഭാര്യ നല്ല 100% സാക്ഷ്യം പറയുന്നില്ല എങ്കിൽ ആ ദേവദാസന്റെ ശുശ്രൂഷ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര തന്നെ. ഹല്ലേലൂയ. ഏതൊരു ശുശ്രൂഷകനാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ ആ ദേവദാസനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് ഈ ഭൂമിയിലെ സാക്ഷ്യത്തിൽ ഏറ്റവും ഉന്നതപ്പെട്ട സാക്ഷ്യം. അതിൻ്റെ അപ്പുറം മറ്റൊരു സാക്ഷ്യമില്ല. ശുശ്രൂഷ നല്ലതാണ്, പക്ഷെ ഭാര്യയുടെ സാക്ഷ്യമില്ലെങ്കിലോ? കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയും മിക്ക ആഴ്ചയിലും പരസ്യങ്ങളുണ്ട്. ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ 3 ആഴ്ച കഴിഞ്ഞ് അറിഞ്ഞത് പ്രസംഗം അടിച്ച് പൊളിച്ച് പ്രസംഗിച്ച് പരസ്യോഗത്തിന് ഞങ്ങളുടെ പരസ്യോഗത്തിൽ പ്രസംഗിച്ച് എന്തൊരു വാക്സാമർത്ഥ്യത്തിലോ പ്രസംഗിച്ചതാണ്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ അന്ന് എന്നെ അടുക്കള വെച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് ഇടിച്ചിട്ടാണ് എൻ്റെ ഭർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് പ്രസംഗിക്കാൻ വന്നതെന്ന്. ഞാൻ അന്തപ്പെട്ടു പോയി. കർത്താവ് എനിക്കത് വെളിപ്പെട്ട് കിട്ടിയില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഭാര്യയെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കിയിട്ട് 2 ഇടി കൊടുത്തിട്ടാണെങ്കിലും
അയ്യോ, പരസ്യോഗത്തിന് പ്രസംഗിക്കുവാനോ കൺവെൻഷന് പ്രസംഗിക്കുവാനോ ചർച്ചിൽ പ്രസംഗിക്കുവാനോ അന്യഭാഷിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ. ഭാഷ വേറെയാണ് പ്രിയമുള്ളവരെ, സത്യത്തിന്റെ ആത്മാവല്ല, ഇത് വഞ്ചനയുടെ ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തലമുറകൾ വഞ്ചിതരാകരുത്. പ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ പ്രവാസകാലം വളരെ ഷോർട്ടാണ് ഇനിയുള്ളത്. അതുകൊണ്ട് നാം നേടേണ്ടത് നാം നേടിയിരിക്കണം. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും നേടേണ്ടത് നേടിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയായിട്ട് മാറില്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ. ഇന്ന് രാത്രിയിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ രാജ്യങ്ങളിൽ പോയി എന്തുമാത്രം ശുശ്രൂഷകൾ ചെയ്തു. ഞാൻ ഓർക്കുന്ന എല്ലാവരും പറഞ്ഞ സത്യത്തിന്റെ ആത്മാവാണ്. ഇവിടെ കൗൺസിലിംഗ് വരുന്ന ഫാമിലീസിലൊക്കെ ഞാൻ പ്രിയമുള്ളവരെ 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സഹോദരി നിങ്ങളുടെ ബാഗിൽ രണ്ടാമത്തെ അറിയിരിക്കുന്ന ആ കുപ്പി ഞാൻ എടുക്കാൻ പറയും. വിഷക്കുപ്പിയുമായിട്ട് വന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. വടക്കുന്നൊക്കെ കൗൺസിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നതാണ്. എൻ്റെ പേരെ കുറിച്ച് കേട്ടിട്ട്, പ്രവാചകനെന്ന് കേട്ടിട്ട് വടക്കു നിന്നൊക്കെ ഒരുപാട് പേര്, കോട്ടയം അവിടെ നിന്നൊക്കെ ആൾക്കാരിവിടെ വരാറുണ്ടായിരുന്നു പണ്ട്. സ്തോത്രം. വിഷക്കുപ്പി വരെ ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അവരോർക്കുന്ന സത്യത്തിന്റെ ആത്മാവെന്ന് അവർ ഓർക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്കറിയാം അത് വഞ്ചനയുടെ ആത്മാവായിരുന്നു. ആ കാലഘട്ടത്തിൽ 2017 ഇപ്പുറം വാഴ്ത്തപ്പെട്ട മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഞാൻ പോകുകയില്ലായിരുന്നു പ്രിയമുള്ളവരെ. ഞാൻ നിത്യലജ്ജയ്ക്കായി മാത്രമേ ഉണരുകയുമായിരുന്നുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ കരുണയാൽ 2017 വരെ കർത്താവ് വന്നില്ല. അത് ഞാൻ വളരെ നന്ദിയോടുകൂടെ കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നിലുണ്ടായിരുന്ന ദിവ്യാഗ്രഹങ്ങൾ എന്നെ വിട്ടുപോയി. എനിക്ക് പോകണം. ഞാൻ പിന്നെ അമേരിക്കയിൽ കാല് കുത്തിയിട്ടില്ല. എനിക്ക് വിസയൊക്കെ ഉള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹിതന്മാരെല്ലാം വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞാൽ വരില്ല. കർത്താവ് എന്നോട് പറയാതെ ഞാൻ ഇന്ത്യ വിടില്ല. സ്തോത്രം. കർത്താവിൻ്റെ പറയേ, നീ അമേരിക്കയ്ക്ക് പോകൂ, ഇന്ന സന്ദേശം നിനക്കുണ്ട്, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകൂ, ഇന്ന സന്ദേശം നിനക്ക് തരാം, അല്ലെങ്കിൽ നീ പോയി അറിയിക്കൂ. കർത്താവ് പറയാതെ ഞാൻ ഇന്ത്യ വിടത്തില്ല. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പിന്നെ UK ഒരു 7 ദിവസത്തെ മീറ്റിങ്ങിന് കർത്താവിനെ അറിയിച്ചു. അതിനനുസരിച്ച് അവരുടെ ഫാഷൻ പറയുന്നത് അവരെന്നെ വിളിച്ചു. ഞാൻ പോയി ഉടനെ തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ ആ വചനം എല്ലാവരും അംഗീകരിച്ചോ എന്ന് എനിക്കറിയുമില്ല. സ്തോത്രം. കാരണം അത് കട്ടിയുള്ള ആഹാരമായിരുന്നു. കാരണം അത് ലോക സ്നേഹിതർക്ക് പറ്റുന്ന വചനമൊന്നും അല്ല ഈ വചനങ്ങൾ. ലോകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതുപോലെ കാഠിന്യമുള്ളൊരു പ്രമാണം ഈ പ്രപഞ്ചത്തിലില്ല പ്രിയമുള്ളവരെ. യോഹന്നാൻ പറയുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പക്ഷേ യേശു പറഞ്ഞ പല വചനങ്ങളും പലർക്കും ഭാരമാണ്. കാരണം എന്താണ്? ലോകം നമ്മുടെ ഉള്ളിലായിപ്പോയാൽ, ലോകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതുപോലെ പ്രയാസമുള്ള ഒരു പ്രമാണം ഈ പ്രപഞ്ചത്തിലില്ല. ലോകം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ ഇതുപോലെ പ്രമാണിപ്പാൻ ഈസിയായ ഒരു പ്രമാണം ഈ പ്രപഞ്ചത്തിലില്ല. 2017 വരെ എനിക്ക് പല വചനങ്ങൾ എനിക്ക് കുരിശായിരുന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷകരമായ വചനങ്ങളെ മാത്രം ഞാൻ പ്രസംഗിക്കാറുള്ളായിരുന്നുള്ളൂ. സ്തോത്രം. അതിന് താഴത്തെയോ മേളത്തെയോ വചനം ഞാൻ എടുക്കുകയില്ല. എടുത്താൽ എൻ്റെ സന്ദേശം തെറ്റും, രീതി തെറ്റും. കാരണം ലോകം പ്രസംഗിക്കണമല്ലോ, മനുഷ്യരെ ഇക്കിളിപ്പെടുത്തണമല്ലോ. മനുഷ്യരെ ഇക്കിളിപ്പെടുത്തി അവരുടെ കയ്യിലുള്ള ഡോളറും അവരുടെ മാർക്കും, ജർമ്മൻ മാർക്കൊക്കെ വാങ്ങി എനിക്കിവിടെ കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് ഏത് ജഡികനായാലും ഏത് കള്ള ബിസിനസ്സുകാരനാണെങ്കിലും അവനെ സന്തോഷിപ്പിച്ച് അവനെ ഇക്കിളിപ്പെടുത്തി, മകനെ നീയും ദേവനുടെ പിള്ള എന്ന് പറഞ്ഞ് അവനെ വാഴ്ത്തിപ്പാടി അവൻ്റെ കയ്യിരിക്കുന്ന കീശയിരിക്കുന്ന പൈസ എൻ്റെ കൈ വരുത്തിയിട്ട് ഞാൻ പ്രസംഗം നിർത്തത്തുള്ളൂ. അത്ര വശ്യസുന്ദരമായ ജഡിക ആലോചനകൾ പൈശാചികൻ എനിക്ക് ജ്ഞാനമായി പകർന്ന് നൽകി. പ്രിയമുള്ളവരെ, വാക്കിന്റെ രീതിയെല്ലാം കഠിനമായി മാറി. ഒത്തിരി വാക്കിന്റെ ശൈലി വന്നു. എനിക്ക് സംസ്കൃതമാണോ മലയാളമാണോ പ്രസംഗിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയെത്തി. അമേരിക്കയിലെ ക്യൂൻസ് ചർച്ച് കോഡിൽ 3 ദിവസത്തെ സുവിശേഷ യോഗത്തിന് 2 പേരാണ് മാറിയത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയാതെ. അവർ പറയുകയാണ് പാസ്റ്ററുടെ കഠിനമായ മലയാളം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പാടാണെന്ന് പറയുന്നു. സ്തോത്രം. അപ്പോൾ പിശാച് എന്നിൽ കയറുന്നത് അല്ലാതെ പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. അപ്പോൾ രാജമിക്തറിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ അമേരിക്കയിൽ അന്ന് 2009 ആരുമില്ലേ. അപ്പോൾ അത് എന്നിൽ കയറി വന്ന ജഡിക മനുഷ്യനായിരുന്നു. ആ പൈശാചികൻ എന്നെ കൊണ്ട് കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്നു. 3-ാം ദിവസം ആയപ്പോഴത്തേക്കും ന്യൂജേഴ്സിൽ നിന്ന് ഒരു ദൈവദാസനോ ആരോ ആണ് വിളിപ്പിച്ചത്. ഹല്ലേലൂയ. ആ കൺവെൻഷന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാണ്, ഈ മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള നിലയിൽ പരമാവധി കഠിനമായ വാക്ക് ഉപയോഗിക്കണം. ഞാൻ പ്രസംഗിക്കുക, കർത്താവിനെ പ്രസംഗിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ പറഞ്ഞെന്താണ്? ഈ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രത്തോളം സാഹിത്യങ്ങൾ കയറ്റാമോ അത്രത്തോളം സാഹിത്യങ്ങൾ കയറ്റുക, ഇല്ലേ? അനുസൂത്യങ്ങളായ ദർശനങ്ങളുടെയും ശ്രവണങ്ങളുടെയും ബോധങ്ങളുടെയും ഫലമായി ഒരു നിശ്ചിത സമയചക്രത്തിനുള്ളിൽ ഒരു ജീവിത ചക്രത്തിന്റെ സമഗ്ര പ്രതീതി അനുഷ്യനം വികസനമായി തീരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആർക്കെങ്കിലും വല്ല മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇങ്ങനെ ജഡിക മനുഷ്യനിൽ ജ്ഞാനം പകർന്ന് വശ്യസുന്ദരമായ വാക്കുകളിലൂടെ സത്യത്തിന്റെ വെളിപ്പാടിനെ മറച്ചു കളഞ്ഞ ദീർഘവർഷങ്ങൾ എനിക്ക് പാഴായി പോകുവാനിടയായി.
കർത്താവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. എങ്കിലും എൻ്റെ പിതാവിനോടുള്ള ദൈവത്തിൻ്റെ കരുണയാലാകണം എന്നെ കർത്താവ് മടക്കി വിളിക്കുവാനിടയായത്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, എൻ്റെ സ്വഭാവം എല്ലാം ചേഞ്ചായി. ഞാൻ മാറ്റിയതല്ല. സത്യത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ എൻ്റെ ജഡികമാവെല്ലാം പോയി. എനിക്ക് ഒരു രാജ്യത്തും പോകണ്ട, എനിക്ക് പണവും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് കർത്താവിനെ പഠിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഒരു ജീവിതം 2017 മുതൽ നയിക്കുവാൻ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എനിക്ക് മഹാഭാഗ്യം നൽകി. കർത്താവിൻ്റെ പുനർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ന് മുതലാണ് എൻ്റെ ഫോട്ടോ ഒന്നും ആരും വച്ചിട്ടില്ല. മറ്റേ ഫ്ലക്സിലൊക്കെ വലിയ തലയാണ്. ആശാരുടെ മകൻ ഇവിടെ പ്രസംഗിക്കുന്നു. ഓരോ മുക്കിലും മൂലയിലും ഓരോ സുവിശേഷ യോഗത്തിൻ്റെ പോസ്റ്റർ എല്ലാവർക്കും കാണാൻ കഴിയുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ 2017 രാജൻ വിക്ടർ മരിച്ചു. ഹല്ലേലൂയ. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചത്തവൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഫ്ലക്സിൽ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആരെങ്കിലും ശവത്തിൻ്റെ ഫോട്ടോ വയ്ക്കാറുണ്ടോ? സ്തോത്രം, ഇല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുമായിരിക്കും. പ്രയാസപ്പെടേണ്ട, നിങ്ങളങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. പുനർനാമം വാഴ്ത്തപ്പെടട്ടെ. ശവത്തിൻ്റെ ഫോട്ടോ, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നിൽ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ ഏത് സ്റ്റുഡിയോയിലും വരാം. എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഫോട്ടോ എടുക്കുവാൻ കഴിവുള്ള ഏത് സ്റ്റുഡിയോയിലുണ്ടെങ്കിൽ ഞാൻ പൈസ മുടക്കി വരാം, ആ ഫോട്ടോ എടുക്കാം. ഞാൻ തന്നെ പൈസ മുടക്കി എത്ര വലിപ്പത്തിൽ വേണമെങ്കിൽ ഞാൻ ഫ്ലെക്സിൽ വയ്ക്കുകയും ചെയ്യാം. അല്ലാതെ രാജമിത്രൻ്റെ ശവത്തിൻ്റെ ഫോട്ടോ എടുത്ത് ആരും വയ്ക്കണ്ട. ഹല്ലേലൂയ. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. 2017 നീതിമാന ദൈവം എൻ്റെ കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദം തോന്നി. ഓ ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട കർത്താവായ എൻ്റെ ജീവിതം, ഞാൻ 100 കണക്കിന് വേദിയിൽ പ്രസംഗിച്ചിട്ടും എനിക്ക് വെളിപ്പെടാത്ത സത്യത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി. ഹല്ലേലൂയ. നീതിമാന ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് കടന്നു വന്നു. എൻ്റെ ഭാര്യയ്ക്ക് നേരത്തെ വെളിപ്പാട് കിട്ടിയതാണ്. അവൾ നേരത്തെ ബാങ്കിൽ ജോലിയായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നതാണ്, എൻ്റെ കൂടെ വന്നതാണ്. അവൾക്ക് പണ്ട് മുതലേ സത്യവചനം വെളിപ്പെട്ട് കിട്ടിയ ഒരു സഹോദരിയാണ് കർത്താവ് എനിക്ക് നൽകിയത്. പക്ഷേ എൻ്റെ ദ്രവ്യാഗ്രഹം അവളെ വല്ലാതെ വേദനിപ്പിക്കും, പ്രയാസപ്പെടുകയും രാത്രി യാമങ്ങളിൽ അവർ കരയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കർത്താവെ, എൻ്റെ ഭർത്താവിന് കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ. യാഥാർത്ഥ്യമായ ക്രിസ്തീയ ജീവിതം എന്തെന്ന് ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. അദ്ദേഹം ജ്ഞാനത്തിൻ്റെ വശ്യതയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണല്ലോ. സത്യവചനം വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നിർമ്മലമായ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ പാലിക്കുവാനും പ്രമാണിപ്പാനും എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് തുറക്കണമെന്ന് രാത്രിയാമങ്ങളിൽ എൻ്റെ ഭാര്യയെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉണർന്നാൽ അവളെ അടിക്കും. കാരണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് ജഡമല്ലേ വസിക്കുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് ഒരു കോട്ടവും ഇല്ല. ഏത് ശുശ്രൂഷ ചെയ്യാം, ഏത് പള്ളിയിൽ പോയി പ്രസംഗിക്കാം, ആരും നമ്മളെ വിഭജിക്കില്ല. എന്തൊരു കഷ്ടമാണ് പ്രിയമുള്ളവരെ. ഈ ദുഷ്ട ആത്മാവിൽ ഞാൻ ഇത്രയും വർഷം പ്രസംഗിച്ച് നടന്നിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എന്നെ പിടിച്ചില്ലല്ലോ, ആരും എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ. എന്തൊരു കഷ്ടമാണിത്. സത്യത്തിൻ്റെ ആത്മാവ് അപ്പോൾ എത്ര പേരുടെ മേലുണ്ട്? കേരളത്തിൽ എന്തുമാത്രം സഭകളിൽ എവിടെയെല്ലാം ഞാൻ പോയി, ബാംഗ്ലൂർ എവിടെയൊക്കെ സംസ്ഥാനമുണ്ട് അവിടെയെല്ലാം ഞാൻ പ്രസംഗിച്ചതല്ലേ. എത്ര സഭകളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് അംഗബലമുള്ള വലിയ സഭകൾ പോയി പ്രസംഗിച്ചിട്ട് അവരെല്ലാവരും എൻ്റെ പ്രസംഗം കേട്ട് വാചാലരായി ഇങ്ങനെ ഇളകി കുറെ പൈസ തന്നതല്ലാതെ ഇവന്റെ മേൽ വ്യാപരിക്കുന്നത് പോസ്റ്റിന്റെ ആത്മാവാണെന്ന് ആരും എന്നെ വിഭജിച്ചില്ല. എനിക്ക് അതാണ് ഏറ്റവും വലിയ സങ്കടം. എന്നെ ആരും വിഭജിച്ചില്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യൻ പ്രയത്നിച്ച് അധ്വാനിക്കുന്ന പ്രയത്നഫലം കൊണ്ട് അവൻ്റെ ജീവനം നല്ലതാണ്, ശരിയാണ്. പക്ഷേ ഇത് പുഴുവും തുരുമ്പ് കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പരിശ്രമിപ്പിൻ എന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന് ശത്രുവാണ്. അയ്യോ, അങ്ങനല്ലേ അതിൻ്റെ അർത്ഥം? ക്ഷമിക്കണം, ഞാൻ സമയം നോക്കിയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു, ആമേൻ. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന് ശത്രുവാണ്. അപ്പൊ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ഇവിടെ മനുഷ്യർ കാണുക, വീട്ടുകാർ കാണുക, ചാർച്ചക്കാർ കാണുക നമ്മൾ നേടുകയാണെങ്കിൽ, നമ്മൾ ലോകത്തെ സ്നേഹിക്കുകയാണെങ്കിൽ, നാം സേവിക്കുകയും ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവിന് നാം ശത്രുവായി മാറുകയല്ലേ? നമ്മുടെ കർത്താവിനെ മിത്രമാക്കിക്കൊണ്ട് നമുക്ക് ലോകത്തെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾ ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെ സ്നേഹിക്കരുത്. ഇനി ലോകത്തിൽ വസിക്കുന്നവൻ ലോകത്തിൽ വസിക്കാത്തവനെ പോലെ ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ എന്നാണ് അവർ പഠിപ്പിച്ചത്. നിങ്ങൾ ഓർത്തു കൊള്ളണമേ. ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൗമികമായത് തരുവാനല്ല ഈ ഭൂമിയിൽ ഒന്ന് ക്രൂശിക്കപ്പെട്ടത്. ഏതെനിൽ വസ്തുവകകളൊന്നും ആദാമിന് നഷ്ടപ്പെട്ടു പോയില്ല.
അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം പോയി കൃഷി ചെയ്യാം, എല്ലാം ചെയ്യാം. പാപം ചെയ്തതുകൊണ്ട് 1 സെന്റ് വസ്തു പോലും പുള്ളിക്ക് നഷ്ടപ്പെട്ടു പോയില്ല. ആകെ നഷ്ടപ്പെട്ടു പോയത് തേജസ് മാത്രമാണ്. ആ തേജസ്സിനെ മടക്കി കൊടുക്കുവാനായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ട് ദരിദ്രവാസിയായിട്ട് വന്ന ആരെങ്കിലും ധനികന്മാരായി തീർന്ന ഒരാളുടെ ചരിത്രം സുവിശേഷങ്ങളിലുണ്ടോ? ശേഷം അപ്പോസ്തലന്മാരുടെ കൂടെ വന്നതിന് ശേഷം, സഹോദരന്മാരെ, നിങ്ങളോട് കൂടെ കൂടിയ ശേഷമാണ് എൻ്റെ ബിസിനസ്സൊക്കെ ഡെവലപ്പായത്, എനിക്ക് സമ്പത്തൊക്കെ ഉണ്ടായത്. എനിക്ക് പണ്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് കർത്താവ് എനിക്ക് വീടും ഒരു ജോലിയൊക്കെ തന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യം പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങൾ, ഞാനൊക്കെ ഒത്തിരി സുവിശേഷം നടത്തുന്ന ആളാണ്, ഒരുപാട് സാക്ഷ്യം പറയാനൊക്കെ അവസരം സഹോദരന്മാർക്ക് കൊടുക്കാറുണ്ട്. അവർ പറയും, പാസ്റ്റർ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സാക്ഷ്യം പറയണം, അവസരം തരണം. ഞാൻ കൊടുക്കാറുണ്ട്. സ്തോത്രം. ഇവരൊക്കെ ഈ പറഞ്ഞ സാക്ഷ്യം എന്താണ്? ഞാൻ ദരിദ്രവാസിയായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു, ഞാൻ യേശുവിനെ അറിഞ്ഞു, എനിക്കിപ്പം കോടീശ്വരനായി. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു, എല്ലാം പൊളിഞ്ഞു പോയി. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ കർത്താവിനെ കണ്ടു, രക്ഷകനായി സ്വീകരിച്ചു, പള്ളിയിലേക്ക് ചേർന്നു. അങ്ങനെ സ്തുതിച്ച് പാടി ആരച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ തിരിച്ചു കിട്ടി. ഇപ്പോൾ പണ്ടത്തിനേക്കാൾ വളരെയധികം ഞാൻ ഡെവലപ്പായി, ഒരുപാട് പേരെ ഞാൻ സഹായിക്കുന്നു, ഒരുപാട് ചാരിറ്റി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്ന ഈ സാക്ഷ്യം ലോകക്കാർ കേൾക്കുമ്പോൾ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടുന്ന യേശു ഏത് യേശുവാണ് പ്രിയമുള്ളവരെ? മറ്റൊരു യേശുവിനെ അല്ലേ വെളിപ്പെട്ട് കിട്ടുന്നത്? കട്ടിയായിട്ടുള്ള ആഹാരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ശിശുക്കളായിരിക്കുന്നവർക്ക് ഈ ആഹാരം ദഹിക്കില്ല. തഴക്കത്താൽ അഭ്യസിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളുള്ള പ്രായം തികഞ്ഞവർക്കേ കട്ടിയായിട്ടുള്ള ആഹാരം പറ്റത്തുള്ളൂ, ഈ ആഹാരം പറ്റുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യേശുവിൻ്റെ അടുത്ത് വന്ന് കർത്താവെ, കഴിഞ്ഞ വർഷം അങ്ങ് കവർന്നഭൂമിയിൽ വന്നപ്പോൾ ഞാൻ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു കപ്പൽ ബിസിനസ്സുകാരനായിരുന്നു. പക്ഷേ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഈ ഒറ്റ വർഷം പോലും ആയില്ല, എന്നെ നഷ്ടപ്പെട്ടു പോയതല്ലേ തിരികെ കിട്ടി. ഞാനിപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ നിങ്ങളെ കണ്ട് ഒരു നന്ദി വാക്ക് പറയാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഭൗമികമായ ഒരു പ്രോഗ്രസ് ലഭിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുന്നവരായിട്ടോ, അല്ല പോട്ടെ യേശുവിൻ്റെ കാലശേഷം ശിഷ്യന്മാരുടെ കൂടെ ഉള്ളവരില്ലെങ്കിലും, നമുക്കിതെങ്ങനെ കിട്ടി? പുതിയ നിയമ സത്യസഭ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൻ പുതിയ നിയമമായ സത്യസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അച്ചാരമായി പ്രമാണത്തിലില്ലാത്തത് നമുക്കെങ്ങനെ കിട്ടി? ഇതാണ് വഞ്ചകൻ. ഭയങ്കര ചതിയനാണ്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. എൻ്റെ പിതാവ് ദീർഘവർഷങ്ങൾ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്തതാണ്. ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതലേ പട്ടിണിയൊക്കെ കടന്ന്, ഇഷ്ടംപോലെ പട്ടിണിയൊക്കെ കടന്ന് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം വലുതാകുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ വഴിയൊക്കെ തുറന്ന് ഞങ്ങളുടെ പട്ടിണിയൊക്കെ മാറി ഞങ്ങളൊക്കെ എല്ലാവരും കോടീശ്വരന്മാരാകുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച് കാത്തിരുന്നു. ഞങ്ങളങ്ങ് പ്രതീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ, കാരണം പിതാവ് കഷ്ടപ്പെട്ട് വേല ചെയ്തതുകൊണ്ട് ഞങ്ങളെല്ലാം ലോകത്തെ ധനികന്മാരായിട്ട് മാറും. അത് ദൈവം മാനിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷേ ആ ധനം എനിക്ക് കിട്ടി. ലൗകികമായി ഞാൻ ഏറ്റവും അധികം ഉയർന്നു. ഒത്തിരി വരുമാനമായി. എനിക്ക് ധാരാളം 10-15 രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് മാസ വരുമാനമായി. പണം ഇഷ്ടം പോലെയായി. ചാരിറ്റിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ തുടങ്ങി. ആശാരീശയുടെ ഒരു മകനെ ഇങ്ങനെ അനുകരിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ മകനെ അനുകരിക്കേണ്ടത്? പക്ഷേ എസ്രയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ബർസില്ലായുടെ പെൺമക്കളുടെ പേരിനാൽ അറിയപ്പെട്ടിരുന്ന ആ കുലം ആലയത്തിൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ എന്തോ ഫണ്ട് അവർ കൊടുത്തത്, എന്തോ ഒരു എമൗണ്ട് അവർ കൊടുത്തത് ഇല്ലേ? അടിമദേശത്ത് ബാബേലിൽ അടിമകളായിരിക്കെ ആ ഒരു കുലം എങ്ങനെ ഇത്ര ധനികരായത്? അവരുടെ വല്യപ്പച്ചൻ ആരായിരുന്നു? ദാവീദിന്റെ കഷ്ടതയിൽ മരുഭൂമിയിൽ അവരെ സഹായിച്ച ഒരു വന്യവയോധകനാണ് ബർസില്ലായി. 4-5 പ്രഭുക്കന്മാർ അവർക്ക് ആഹാരം കൊടുത്തു. അതിൽ ഒരാളാണ് ബർസില്ലായി കേട്ടോ. ദാവീദ് കഷ്ടത്തിലായപ്പോൾ ആഹാരം എത്തിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ. അയാളുടെ പിൻതലമുറ, അദ്ദേഹത്തിന് ആൺമക്കളിലെ പെൺമക്കളുടെ പേരിലാണ് ആ കുലം അറിയപ്പെട്ടിരുന്നത്. ആ 5-6 തലമുറ കഴിഞ്ഞപ്പോൾ ഈ മക്കളെല്ലാം കൂടെ ബാബേൽ പ്രവാസത്തിലേക്ക് പോയി. പക്ഷെ നീതിമാന ദൈവം തൻ്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ ബർസില്ലായി തൻ്റെ ദാസനായ ദാവീദിന് ചെയ്ത ആ നന്മ, ആ ഉപകാരം മറന്നു പോകാതെ ആ അടിമദേശത്ത് ദൈവം ആ ബർസില്ലായുടെ പെൺമക്കളുടെ വംശപരമ്പരയെ ധനികന്മാരാക്കി. എസ്ര ഫണ്ട് ശേഖരിക്കുമ്പോൾ അവർ കൊടുത്ത എമൗണ്ടൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 2-ാം അധ്യായത്തിൽ കാണാം. എസ്ര പുസ്തകം 2-ാം അധ്യായത്തിൽ കാണാം. എന്നാൽ പ്രശ്നം എന്താണ്? ദൈവത്തെ മാനിച്ച ദൈവം തന്നെ മാനിക്കും. പണ്ട് 2017 വരെ ഞാൻ അവിടം വരെ പ്രസംഗിക്കുള്ളൂ. അതിൻ്റെ ബാക്കി ഞാൻ പ്രസംഗിക്കത്തില്ലായിരുന്നു, കാരണം എന്നെ കുത്തും. എന്നാൽ കൃപയാൽ അതിൻ്റെ ബാക്കി പ്രസംഗിക്കാൻ ഇപ്പോൾ ദൈവം എനിക്ക് പ്രാഗൽഭ്യം നൽകി. സ്തോത്രം. അതിൻ്റെ ബാക്കി എന്താണ്? പൈസ വാങ്ങിച്ച് വെച്ചിട്ട് പുരോഹിതൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ഗോത്രത്തിലുള്ളവരാണ്? അത് ഞങ്ങൾ
ലേവ്യ ഗോത്രത്തിലുള്ളവരാണ്. ഓ, പുരോഹിത ഗോത്രമാണോ? ശരി, നിങ്ങളുടെ വംശാവലി രേഖ ഒന്ന് കാണിക്കൂ. ഈ പണം വന്നപ്പോൾ വംശാവലി രേഖ സൂക്ഷിക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി. എന്താ വംശാവലി രേഖ? പെന്തക്കോസ്തിൽ എന്താണ്, അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൽ എന്താണ്? വിശുദ്ധ ജീവിതം. ആമേൻ. സമ്പത്ത് വന്ന് കയറിയാൽ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അറിയില്ല എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, എൻ്റെ എനിക്ക് പറ്റിയ കാര്യം ഞാൻ ഈ പറയുന്നത്. അനുഗ്രഹവും വാഗ്ദത്വമാണ് തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് പൈസ വന്ന് കയറിയപ്പോൾ വംശാവലി രേഖ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ പരാജിതനായി. സ്തോത്രം. അവരപ്പോഴാ കിടന്ന് തപ്പുന്നേ. അപ്പോൾ എന്ത് ചെയ്തു? വംശാവലി രേഖ നിങ്ങളുടെ കയ്യിലില്ലേ? അവരെ അശുദ്ധരെന്നെണ്ണി ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഇത്രയും പൈസ കൊടുത്തിട്ട് അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാതെ അവരെ അശുദ്ധരെന്നെണ്ണിയിട്ട് പൗരോഹിത്യത്തിൽ നിന്ന് അവരെ നീക്കിക്കളഞ്ഞു എന്നാ കാണുന്നേ. ഉരിമും തുമ്മിമുള്ള ഒരുവൻ, വെളിപ്പാടും സത്യമുള്ള ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആൾ വരെ വിശുദ്ധമായത് തൊടുക പോലും അരുത് എന്നവർക്ക് നിർദ്ദേശം കൊടുത്തു. വെളിപ്പാട് സത്യവും നഷ്ടപ്പെട്ടു പോയത് ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൻ്റെ ആത്മാവിൻ്റെ പേരിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, വഞ്ചകനും ചതിയനുമായവൻ്റെ ആത്മാവിലാണ് ഇത് ചെയ്യുന്നത്. ഈ അന്യഭാഷയും ഈ വെളിപ്പാട്, ഈ ദർശനവും ഈ ആഖ്യാനവും പേര് പറയുന്നതും തള്ളിയിടുന്നതും പൂതത്തെ ഇളക്കുന്നതെല്ലാം മറ്റവൻ്റെ ആത്മാവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പ്രിയമുള്ളവരെ, ഓ, എൻ്റെ യേശുവിൻ്റെ ജീവിതവുമായി എനിക്കൊരു ബന്ധവുമില്ല. എനിക്ക് ദ്രവ്യാഗ്രഹമില്ല. എൻ്റെ ആഗ്രഹം ശുശ്രൂഷയിൽ വഴി ഇഷ്ടം പോലെ തുറക്കുന്നു. ആശ എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാൽ താമസിക്കാൻ സൗകര്യമുണ്ട്. ഏത് വീട്ടുകാരെ ആശാരി അറിയാവുന്ന ഏത് വീട്ടുകാരെ എന്നെ താമസിപ്പിക്കാത്ത ഏത് രാജ്യത്ത് പോയാൽ എന്താണ്? അവരെല്ലാം എന്നെ താമസിപ്പിക്കും. കാരണം ആശാരിയുടെ മകനാണ്. ആശാരി വിഷയം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ താമസിപ്പിക്കും. താമസിക്കാൻ വീട് പ്രയാസമില്ല, വണ്ടി പ്രയാസമില്ല. ആൾക്കാരെന്നെ കൊണ്ടുവിടും. എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ടിക്കറ്റ് എനിക്ക് എടുത്ത് അയച്ചു തരും. എനിക്ക് 5 പൈസ മുടക്കില്ലാതെയാണ് ഓരോ രാജ്യത്ത് ഞാൻ പോവുകയും വരികയും ചെയ്തത്. ആയിക്കൊണ്ടിരുന്നത് അന്ന് അങ്ങനെ ആയിരുന്നു. പ്രിയമുള്ളവരെ, 3 ദിവസത്തേക്ക് ഞാൻ അമേരിക്ക മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. ഒറിഗണിൽ 3 ചർച്ച കൊണ്ട് 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ പോയി. ഞായറാഴ്ച ഇവിടുത്തെ സഭ കഴിഞ്ഞ് രാത്രി ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ കയറി, എമിറേറ്റ്സിൽ കയറി. അവിടെ ചെന്നിട്ട് പിറ്റേ ആഴ്ച ഞായറാഴ്ച വെളുപ്പിന് ഞാൻ 3:30 ട്രിവാൻഡ്രം എയർപോർട്ടിൽ മടങ്ങിയെത്തി. 3 ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ പള്ളിയിൽ ഇവിടെ ഉണ്ട്, പിറ്റേ ഞായറാഴ്ച ഞാൻ ഇവിടെ പള്ളിയിലുണ്ട്. ഇതിനിടയ്ക്ക് 3 ദിവസം അമേരിക്ക മീറ്റിങ്ങിന് പോയിട്ട് ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ സ്വഭാവം. അടുത്തൊരു ചർച്ചയിലേക്ക് ഞാൻ പോകില്ല, അഹങ്കാരമായിരുന്നു. ഇത്രയും പൈസ മുടക്കി ആ സഭക്കാർ വിളിക്കുമ്പോൾ, പക്ഷേ അടുത്ത ചർച്ചക്കാർ ഒരു 3 ദിവസം മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുകയാണ്, ഒന്ന് റിട്ടേൺ ടിക്കറ്റ് എപ്പോൾ എടുക്കണം, അത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ദിവസം റെസ്റ്റ് പിറ്റേ ദിവസം എടുക്കണം. അഹങ്കാരമാണ്. അന്ന് അഹങ്കാരമായിരുന്നു. അങ്ങനെ 3 ദിവസത്തേക്കൊക്കെ അമേരിക്ക പോയിട്ട് വരുന്നത്. ഹല്ലേലൂയ. ഓ, നാട്ടുകാർ ഇവിടെ സഭക്കാർ പോയി, ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര തിരക്കാണ്, അമേരിക്ക പിശാചായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കാര്യം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ നിങ്ങളോട് തുറന്നു വയ്ക്കുന്നത്. എനിക്കൊരു ലജ്ജയില്ല. സ്തോത്രം. എൻ്റെ സ്നേഹിതൻ പറഞ്ഞ പാസ്റ്റർ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇനി വിദേശത്ത് പോയാൽ മീറ്റിംഗ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോക്കൽ സഭ എന്നിട്ട് പറഞ്ഞാൽ മതി. മാലോകരെ വിളിച്ചറിയിച്ചാൽ നിങ്ങൾക്ക് ഒരു രാജ്യത്ത് മീറ്റിംഗ് കിട്ടത്തില്ല. എൻ്റെ ദൈവം, എനിക്ക് മീറ്റിംഗ് വേണ്ട. ആമേൻ. നീതിമാന ദൈവം. നമ്മൾ എന്തിനധികം പാപം ചെയ്യാൻ തുടങ്ങുന്നത്? പരിശുദ്ധാത്മാവ് പറയാതെ ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ചെന്ന കണക്ക് കൊടുത്ത് ഊപ്പാട് വരില്ലേ? എൻ്റെ ഊപ്പാട് വരത്തില്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടില്ലാതെ ആത്മാവ് നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, പണ്ട് ഞാൻ അങ്ങനെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. 5-6 വചനം അങ്ങോട്ട് എടുത്തിട്ടിട്ട് ആൾക്കാരെ ഇളക്കുന്ന ഏലിയാവിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ഇട്ടിട്ട് 2 അന്യഭാഷ പറഞ്ഞിട്ട് ആത്മാവ് സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. 100 കണക്കിന് ആൾക്കാരെല്ലാം അന്യഭാഷയിൽ ആരാധിക്കും. പക്ഷെ ഞാനും അറിയുന്നില്ല ആത്മാവ് വേറെയാണെന്ന്. ഞാനും അറിയുന്നില്ല. അതല്ലേ ഏറ്റവും വലിയ വഞ്ചന. ഇന്ന് രാത്രിയിൽ ഈ ആത്മീക ശുശ്രൂഷയിൽ വളരെ വിനാന്യുതനായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പെന്തക്കോസ്ത് അനുഭവമാണ്. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. കുഞ്ഞിലെ മുതലേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങൾ കണ്ടും കേട്ടു വളർന്ന ഒരു തലമുറ എന്ന നിലയിൽ, അനേക ദേവദാസന്മാരുമായുള്ള ആത്മബന്ധം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, വിവിധമായ ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവിനെ കടത്തിവിട്ടു എന്ന അനുഭവം ഉള്ള നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാനും ഇച്ഛിക്കുന്നത്, സ്തോത്രം, ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാവ് ഉയരത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന കഴിക്കണം. ഫലത്താൽ മാത്രമാണ് വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. സത്യത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളെ നയിക്കുന്നത് യേശുവിനെ പോലെ ജീവിക്കുവാനായിട്ടാണ്. ആ സത്യത്തിൻ്റെ ആത്മാവ് പിതാക്കന്മാർക്ക് കിട്ടിയപ്പോഴാണ് അവരിൽ ആരോ എഴുതിയത്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ,
ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ക്രിസ്തുവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ വരികൾ. എന്നാൽ ഈ തലമുറ എന്താ പാടുന്നേ? യേശുവെ പോലാരുമില്ല, യേശുവെ പോലാ. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ദൈവം നിനക്ക് നൽകിയത് ക്രിസ്തുവിനെ പോലെ ആരുമില്ല എന്ന് പറയാനല്ല, അത് പിശാച് പറയുന്നുണ്ട്. അയ്യോ, ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനായിട്ടാണ് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്, ഇല്ലേ? ക്രിസ്തുവിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ പോലും വിട്ടുകളയാൻ ആൾക്കാർക്ക് പ്രയാസമാണല്ലോ, പിന്നെ ഇല്ലേ വസ്തുവകകൾ. ഓ ജീസസ്. സഖായിയെ വിളിച്ച് പറയാണ്, സഖായി ഇറങ്ങി വേടാ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഓ, അത്രേ കർത്താവ് പറഞ്ഞുള്ളൂ. പക്ഷേ ഇറങ്ങി വന്ന ഉടനെ സഖായി എന്താ പറഞ്ഞേ? സ്തോത്രം, സമയം നോക്കട്ടെ, ക്ഷമിക്കണം. സഖായി എന്താണ് പറഞ്ഞത്? കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകകളുടെ നേരെ പകുതി ദരിദ്രർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. യേശു അത് ചോദിച്ചോ? യേശു അത് പറഞ്ഞോ? രണ്ടാമത്, ബാക്കി പകുതി ഉണ്ട്. ഞാൻ അന്യമായി എന്തെങ്കിലും ഞാൻ ചതിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജോലി ചുങ്കക്കാരനാണ്. നേരെ ചൊവ്വേ പണം പിരിച്ച ജോലിയല്ല ഇദ്ദേഹത്തിൻ്റെ ജോലി, പിടിച്ച് പറിച്ച ജോലിയാണ്. ഇയാൾക്ക് സമ്പാദ്യം മൊത്തം അതാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി പകുതിയിൽ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് മിച്ചം ബാക്കി എന്തോ ഉണ്ടാകും? മിക്കവാറും ഒന്നും കാണത്തില്ലായിരിക്കും, അല്ലേ? അങ്ങനെ പോയ മനുഷ്യൻ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം പഴയ ധനികനായിട്ട് മാറി, അല്ലെങ്കിൽ മറ്റൊരു വഴി തുറന്ന് ഒരു ധനികനായിട്ട് മാറിയിട്ട് യേശുവിൻ്റെ അടുത്തൊന്ന് പറയുകയാണ്. അല്ലെങ്കിൽ പോട്ടെ, യേശുവിൻ്റെ കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹം ധനികനായി മാറുന്നതായിരിക്കും. ശിഷ്യന്മാരുടെ അടുത്ത് വരികയാണ്, ശിഷ്യന്മാരെ, എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. സാർ, ആരാണ്? മനസ്സിലായില്ല. സക്കായി പണ്ടത്തെ മരത്തിൽ കയറിയിരുന്ന് എൻ്റെ വീട്ടിൽ നിങ്ങൾ ആരെ കഴിച്ച് മറന്നുപോയോ? അന്ന് ഞാൻ യേശുവിൻ്റെ വാക്ക് കൊടുത്ത പോലെ ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം ഞാൻ എല്ലാവർക്കും വിധിച്ചു കൊടുത്തു. ഞാൻ ഒന്നുമില്ലാത്തവനായിപ്പോയി. കുറച്ച് നാൾ വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നു. എങ്കിൽ ഞാൻ വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. യേശുവിനെ കാണാൻ ശ്രമിച്ചിരുന്നു, പിന്നെ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യാൻ വരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ശിഷ്യന്മാർ വരുന്നറിഞ്ഞ് നിങ്ങളെനിക്ക് കാണാൻ വേണ്ടി ഞാൻ വന്നു. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നു. അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ്. എനിക്ക് അന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ 7 ഇരട്ടി എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഇങ്ങനത്തെ സാക്ഷ്യം വല്ലോ നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടോ? പുതിയ മുതൽ ഈ ചിന്ത ഞാൻ നിങ്ങൾക്കിടുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ ചിന്തകളെ ധ്യാനിക്കുക. സത്യമായത്, രമ്യമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത്, നിത്യമായത്, പവിത്രമായത്, വിശുദ്ധമായത്, നിലനിൽക്കുന്നത്, സ്വർഗീയമായത്, പുഴുവും തുരുമ്പും കെടുക്കാത്തത്, കള്ളന്മാർക്ക് തുറന്നു മോഷ്ടിക്കുവാൻ കഴിയാത്തത്, നിത്യജീവന്റെ സ്വർഗീയ മഹിമയിലും ഉല്ലസിപ്പാൻ വക നൽകുന്ന ഈ സ്വർഗീയ രാജാവിൻ്റെ മഹത്തരമായ ദൈവിക സന്ദേശത്തിനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സുകളെ നിങ്ങൾ ഏകാഗ്രമാക്കിയിട്ട് ഈ വചനവുമായി നിങ്ങളുടെ മുറിയിലേക്ക് നിങ്ങൾ കയറണം. രഹസ്യമായി കയറണം. സത്യത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ നിങ്ങൾ കയറണം. സത്യമായത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആത്മപൂർണ്ണൻ ഭ്രാന്തൻ എന്നാണ്. യേശുവിൻ്റെ വചനപ്രകാരം ഒരുവൻ അവിടെ ജീവിക്കാൻ തുടങ്ങിയാൽ നാട്ടുകാർ നമുക്കിടുന്ന പേര് ഭ്രാന്തൻ എന്ന് തന്നെ ആയിരിക്കും. അല്ലാതെ നല്ലൊരു ആത്മീകനാണെന്ന് ആരും പറയുകയില്ല. കാരണം നമ്മുടെ ഈ ലോകം നമുക്ക് താൽക്കാലികമാണ്. ഇത് കാണുന്ന ലോകം നമുക്ക് യാഥാർത്ഥ്യമല്ല. നമ്മളിവിടെ വെറും അന്യരും പരദേശികൾ മാത്രമാണ്. വരുവാനുള്ളതിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് നയിപ്പാൻ കൂട്ടാക്കാതെ അവരുടെ ഉള്ളിൽ ലോകം കയറിയാൽ അതിനിറക്കാൻ പാടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ലോകം കയറുന്നതിന് മുൻപേ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പൾ അകത്ത് കയറ്റേണ്ടതിന്, നിർമ്മലമായ സത്യത്തിൻ്റെ വചനം അവരുടെ ഉള്ളിൽ കൊടുക്കേണ്ടതിന്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുന്ന ആ സ്വർഗീയവും പവിത്രമായ ദൈവിക ആലോചനകൾക്ക് അനുസരണമായി നമ്മുടെ നടപ്പുകളെ ക്രമപ്പെടുത്തുവാൻ ആത്മാവായവൻ നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചു അവിടുത്തെ കരുണയിൽ നമ്മളെ നടത്തുന്ന മഹാദൈവം എന്നുമൊന്നും വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. നിത്യരക്ഷകൻ, സകലത്തിലും കാരണബോധനമായ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സത്യത്തിൻ്റെ പാതയിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് പോലെ അക്കരെ നാട്ടിലും ആരും നഷ്ടപ്പെട്ടു പോകാതെ ഒരുമിച്ച് നമുക്ക് അവനോടുകൂടെ അവിടെയും വാഴാം. പാരിലാരും പാടിയിട്ടില്ലാത്ത പാട്ട് നമ്മൾ പാടും. പാരിലാരും ചൂടിയിട്ടില്ലാത്ത വാടാമുഴി നാം ചൂടും. ജീവന്റെ നാഥനാം, ത്യാഗം സഹിച്ചവനാം നമ്മുടെ സ്നേഹ മണവാളനോടുകൂടെ സിയോൻ പൂരിയിൽ നമ്മൾ വാഴും. നിത്യനും ബലവാനും പരിശുദ്ധനുമായ ദൈവം അവൻ നമ്മളെ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. ഇനിയും നിങ്ങളുടെ ദേഹി സംബന്ധിച്ച് നടക്കേണ്ട പണികളിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങളുടെ ആത്മാവിൽ ഇനി നടക്കേണ്ട പണിയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. സ്തോത്രം. നിങ്ങളുടെ ദേഹിയിൽ
നിങ്ങളുടെ ഹൃദയ വിചാര വികാര ഭാവ സമ്മിശ്ര ലയമെന്ന ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ രണ്ടാം വ്യക്തിത്വമായ ജഡ മനുഷ്യന്റെ പരിപാലനം വെളിപ്പെടുന്ന ദേഹി എന്ന ആ വ്യവസ്ഥയിൽ കടന്നു കൂടിയിരിക്കുന്ന വചനവിരുദ്ധമായ മോഹങ്ങളെ നിർമ്മലമായ വചനത്താൽ തന്നെ വെട്ടി നുറുപ്പാക്കിക്കൊണ്ട് സ്തോത്രം നാം വായിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ദാവീദിന് ബലം കൂടിയും ശൗൽ ഗ്രഹം ക്ഷയിച്ച് വന്നു കാണുന്നു. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ആത്മമനുഷ്യന് ബലം കൂടിയും നമ്മുടെ ജഡമനുഷ്യന്റെ ബലം ക്ഷയിച്ചും വരട്ടെ. ഇങ്ങനെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന കുളിർമയുള്ള വിളി നമുക്ക് എല്ലാവർക്കും കേൾക്കാം. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കുമാറാകട്ടെ. സമയം നൽകിയ ബഹുമാനപ്പെട്ട ദൈവദാസനും ദൈവസഭയ്ക്ക് നന്ദി. അന്യോന്യം പ്രാർത്ഥന ഓർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.